ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇന്നത്തെ പ്രഭാതത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് ഈ രാവിലെ സമയത്ത് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളോട് ദൈവം സംസാരിക്കാൻ പോവുകയാണെന്ന്? പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവരുടെ പ്രാർത്ഥനയോടെ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ ഇടയായിത്തീരും. ആമേൻ, ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് അല്പസമയം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ഇന്ന് പ്രഭാതത്തിൽ വചനം ചിന്തിക്കുമ്പോൾ ആ വചനത്തിൽ കൂടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനേക അനുഗ്രഹങ്ങൾ ആ ദൈവം പകരുവാനിടയായിത്തീരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ അനേക അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് ഞാൻ ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ വചന ചിന്തയ്ക്ക് വേണ്ടിയിട്ട് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. ആമേൻ, ഹല്ലേലൂയ. നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിനകത്ത് ഒരു ഭാഗമാണ് ഞാൻ എടുത്ത് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടേണ്ട എന്നുള്ള ഒരു വേർഡിനകത്ത് നിന്നുകൊണ്ട് നിങ്ങളോട് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളോടും പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടണം. ആമേൻ, ഹല്ലേലൂയ. ഇതിനകത്ത് വളരെ ടെൻഷനോടെയോ വളരെ ബുദ്ധിമുട്ടോടെയോ നെടുവീർപ്പിലോ നാളത്തെ ദിവസം എന്ത് ചെയ്യും, അടുത്ത നിമിഷത്തിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വിഷമിച്ച് ഭാരപ്പെട്ട് ഇരിക്കുന്ന ആരെങ്കിലും ഈ വചനത്തെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പ്രാരംഭത്തിൽ തന്നെ പറയുകയാണ്, നിങ്ങളോട് സംസാരിക്കുകയാണ്, നിങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുകയാണ്. നിങ്ങൾ വിചാരപ്പെടണ്ട, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടണ്ട. ഹല്ലേലൂയ. അവൻ വിചാരപ്പെടണ്ടെന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല, നമുക്കൊരു ദൈവം ഉള്ളതുകൊണ്ടാണ്. അമേൻ, ഹല്ലേലൂയ. നമ്മൾ ആരും ഇല്ലാത്തവരല്ല, നമുക്കൊരു ഉടയവനുണ്ട്. അമേൻ. സങ്കീർത്തനം 23 പറയുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു. അമേൻ. നമുക്കൊരു ഇടയനുണ്ട്, നമ്മളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നമുക്ക് വിചാരപ്പെടേണ്ട കാര്യമില്ല. അമേൻ. അതുപോലെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായം എവിടെ നിന്ന് വരുന്നു? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അമേൻ. അപ്പോൾ നമുക്ക് നമ്മെ സഹായിക്കാൻ ഒരു സർവശക്തിയുള്ള ദൈവമുണ്ട്. അമേൻ. അതൊരു സാധാരണ ദൈവമല്ല. അവൻ ലോകത്തിൽ കാണുന്ന മറ്റു ദൈവങ്ങളെ പോലെയല്ല. സകലത്തെ നിർമ്മിച്ച സകലത്തിന്റെയും നാഥനായ നമ്മെ ഇതുവരെ നടത്തിയ സർവശക്തിയുള്ള ഒരു ദൈവം നമുക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ അമേൻ, ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം, നിങ്ങൾ പരാജയപ്പെടുകയില്ല, നിങ്ങൾ തകർന്നു പോകത്തില്ല, നിങ്ങൾ ഉടഞ്ഞു പോകത്തില്ല. നിങ്ങളുടെ ജീവിതം അമേൻ, ഹല്ലേലൂയ, ഒരു കയറും തുമ്പിൽ അവസാനിക്കത്തില്ല. അവൻ നിങ്ങൾ ജീവൻ എടുക്കാനായിട്ട് നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ ഫ്യൂച്ചർ ഈ ദിവസങ്ങളിൽ ദൈവം ഒരുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. അമേൻ. നമുക്ക് ദുഃഖിക്കാനല്ല, നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. കാരണം ദൈവം പറഞ്ഞിരിക്കുകയാണ്, വചനത്തിൽ പറഞ്ഞിരിക്കുക, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട. അമേൻ. ഈ വിചാരപ്പെടണ്ട എന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ ഇത് വളരെ ഗിരിപ്രഭാഷണത്തിന്റെ ആ ഒരു ഭാഗത്തിനകത്ത് നിന്നുകൊണ്ടാണ് ഈ വചനം നമുക്ക് കേൾക്കുവാൻ ഇടയായി തീർന്നത്. ഈ ഭാഗം കർത്താവ് പറഞ്ഞതാണ്, നമ്മുടെ യേശു, അരുമനാഥനായ യേശു പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട. അമേൻ. ഒരു പക്ഷേ സാധാരണ നമ്മുടെ അയൽവക്കങ്ങൾ, നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ ചർച്ചക്കാരോ ഒക്കെ ആരെങ്കിലും നമ്മളോട് പറയുന്നത് വിചാരപ്പെടേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻഷൻ അടിക്കാനുള്ള കാര്യമുണ്ട്. കാരണം ഞാൻ ഒരു കാര്യം പറയാം, ഈ വിചാരപ്പെടേണ്ടെന്നുള്ള ഈ വചനം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 34 പറയുന്ന ഈ വചനം വ്യത്യസ്തമാക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആര് പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. അമേൻ, ഹല്ലേലൂയ. അത് ആരാണ് പറഞ്ഞത്? യേശുവാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ വിചാരപ്പെടേണ്ട. അതേ സമയത്ത് മറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ, നമ്മുടെ ഏറ്റവും നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ, നമ്മുടെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളോ നമ്മളെ എപ്പോഴും സഹായിക്കുമെന്ന് നമ്മളോട് വാഗ്ദാനം പറയുകയും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുകയും നമ്മുടെ എല്ലാ കാര്യത്തിലും കൂടെയുള്ള ആളുകളൊക്കെ നമ്മളോട് പറയുക, നിങ്ങൾ വിചാരപ്പെടണ്ട കേട്ടോ, നീ ടെൻഷൻ അടിക്കണ്ട, നിന്റെ ആ കാര്യത്തിന് ഞാൻ കൂടെയുണ്ട്, നിന്റെ അല്ലെങ്കിൽ വീടിന്റെ പണിയുടെ കാര്യത്തിന് ഞാൻ നിന്റെ കൂടെയുണ്ട്, പ്രശ്നമൊന്നുമില്ല, ആവശ്യം വരുമ്പോൾ ഞാൻ സഹായിച്ചോളാം, അല്ലെങ്കിൽ നിങ്ങളുടെ മകളുടെ വിവാഹത്തിന്റെ കാര്യത്തിന്
നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്കതൊക്കെ നടത്താം. അമേൻ. അതിന് നീ ഭാരപ്പെടുകയൊന്നും വേണ്ട, അതിനെ നമ്മളെല്ലാം സഹായിക്കാം. അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും കാര്യമായിക്കൊള്ളട്ടെ, വീടിനകത്ത് ഒരു ഫാമിലിക്കകത്തുള്ള ഏതെങ്കിലും പ്രശ്നമായിക്കൊള്ളട്ടെ, മനുഷ്യൻ ചിലപ്പോ പറയും, നീ ടെൻഷനൊന്നും അടിക്കണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാൻ നിന്നെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞാലും പക്ഷെ മനുഷ്യൻ മാറിപ്പോകും. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ എത്ര മനുഷ്യരെ വിശ്വസിച്ചെന്ന് പറഞ്ഞാലും, എത്ര മനുഷ്യരെ നമ്മളോട് നല്ല വാക്ക് പറഞ്ഞെന്ന് പറഞ്ഞാലും, ഒരുപക്ഷെ നിങ്ങൾ സഹായിച്ചവരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ സഹായിച്ചപ്പോൾ നിങ്ങൾ ചിന്തിച്ചാണോ അവർ തിരിച്ച് നിങ്ങളെ സഹായിക്കുന്നത്? പക്ഷെ ഞാൻ ഇന്ന് പ്രഭാതം നിങ്ങളോട് പറയാം, നിങ്ങൾ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ആമേൻ. മനുഷ്യൻ നമ്മളോട് പറഞ്ഞാൽ അവർ വാക്ക് മാറിപ്പോകും. ആമേൻ. അവർക്ക് വാക്ക് മാറാനായിട്ട് വലിയ കാര്യമൊന്നും വേണ്ട. നമ്മൾ നല്ല സുഹൃത്തുക്കളായിട്ടിരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ചെറിയ കാര്യം ജീവിതത്തിൽ ചിലപ്പോൾ 1000 നന്മകൾ ചിലപ്പോൾ നമ്മൾ ചെയ്തു കാണുമായിരിക്കും, 1000 ഉപകാരം ചെയ്തു കാണും. 1000 ഉപകാരം ചെയ്തതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക്, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ സഹകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചു, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ചിലപ്പോൾ നമ്മളെ വിട്ട് മാറിപ്പോകും. അപ്പോൾ നമ്മൾ പിന്നെ നമ്മളെ കണ്ടാൽ മിണ്ടാതെ പോകും, നമ്മളോട് അകലം പാലിക്കാൻ തുടങ്ങും, നമ്മളുടെ ഫോൺ വരുമ്പോൾ എടുക്കാതിരിക്കും, നമ്മളെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങും. നമുക്ക് വിഷമം ഉണ്ടാകും, എന്തുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മളൊത്തിരി മെസ്സേജ് അയക്കും, പക്ഷെ റിപ്ലൈ ഒന്നുമില്ല, നമ്മളൊത്തിരി രാത്രിയിൽ ഇരുന്ന് കരയാനിടയാകും. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് പറയാം, നിങ്ങൾ മനുഷ്യനിൽ നിങ്ങൾ ആശ്രയിക്കരുത്. മനുഷ്യൻ പറയുന്ന വാക്കൊക്കെ മാറിപ്പോകും. എത്രയൊക്കെ നമ്മളെ ചേർത്ത് കൊള്ളാമെന്നും എത്രയൊക്കെ നമ്മളെ കരുതാമെന്നും നമ്മളോട് മനുഷ്യൻ പറഞ്ഞാലും പക്ഷെ അവര് തക്ക സമയമാകുമ്പോൾ മാറിപ്പോകും. കാരണം മറ്റൊന്നുമല്ല, അവരെ നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട, അവരോട് നിങ്ങൾ ബുദ്ധിമുട്ട് ചിന്തിക്കണ്ട, അവരോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നണ്ട. കാരണം മറ്റൊന്നുമല്ല, അവർ മനുഷ്യരായതുകൊണ്ടാണ്. അവർ കേവലം സാധാരണ മനുഷ്യരാണ്. അവരൊരു സാധാരണ മനുഷ്യരായതുകൊണ്ടാണ് അവർ മാറിപ്പോകുന്നത്. എന്നാൽ ഇവിടെ നിങ്ങളോട് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ വചനത്തിൽ സംസാരിക്കുന്നു. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുതെന്ന് പറയുന്നത് ഒരു മനുഷ്യനല്ല, കേവലം മനുഷ്യനല്ല നിങ്ങളോട് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സ്റ്റേറ്റ്മെന്റ് വ്യത്യസ്തമാക്കുന്നത് ഇത് ആര് പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. ആമേൻ. ഹല്ലേലൂയ. ആരാ പറഞ്ഞത്? സർവശക്തിയുള്ള ദൈവം. ആമേൻ. സ്വർഗത്തിൽ ഇരുന്നവൻ സകലതും സ്വർഗത്തിൽ തനിക്കുണ്ടായിരുന്ന സകലത്തെയും വേണ്ട എന്ന് വെച്ച് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവനെ കൊടുത്ത ഒരു ദൈവം നമ്മളോട് പറയുക, നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടണം, നിങ്ങൾ നാളെ കുറിച്ച് വിചാരപ്പെടണ്ട. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ വേറൊരു ഭാഗം വായിക്കുമ്പോൾ, ഞാൻ ആ ഭാഗങ്ങളിലേക്ക് വരുന്നുണ്ട്, ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. കാരണം ഞാൻ നിങ്ങളെ അറിയുന്നു. ഒരുപക്ഷെ ഇപ്പോൾ എന്നെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല. നിങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയാൽ അവർക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല. ഒരു ഭാര്യയും ഭർത്താവും ഒരു കുടുംബത്തിൽ താമസിക്കുമ്പോൾ ഭാര്യയായ വ്യക്തിക്കുണ്ടായ വിഷമം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നം ഒരുപക്ഷെ ഭർത്താവിനോട് നിങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലായെന്ന് വരത്തില്ല. ഒരുപക്ഷെ ഭർത്താവിനുണ്ടാകുന്ന ഒരു മാനസിക വിഷമം, ഭർത്താവിനുണ്ടായ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ഭാര്യയോട് പറഞ്ഞാൽ ഭാര്യയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷെ അങ്ങനെ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളെ ആരുമായിക്കോട്ടെ, നിങ്ങളുടെ സുഹൃത്തുക്കളോ ചാർച്ചക്കാരോ ഒന്നും നിങ്ങളെ ഒരുപക്ഷെ മനസ്സിലാക്കി കാണത്തില്ല. ഒരു തെറ്റും ചെയ്യാതിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിലപ്പോൾ ക്രൂശിൽ കയറേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ പലപ്പോഴും കുറ്റം വിധിക്കപ്പെടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം, പലരും നിങ്ങളുടെ നേരെ കൈ ചൂണ്ടിയിട്ടുണ്ടായിരിക്കാം, പലരും നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം, നിങ്ങളെ കണ്ട് വഴിമാറിപ്പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ആരും നിങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിലും നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. അത് മറ്റാരുമല്ല, സർവശക്തിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ പ്രാരംഭത്തിൽ ആ പാട്ട് കേട്ടതുപോലെ ഇതുപോലെ എത്ര സുന്ദരമാണ് ക്രിസ്തീയ ജീവിതം. അവൻ യേശുവിനോട് ചേർന്ന് നാം ജീവിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമായി തീരും. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സകല പ്രശ്നത്തെയും മനസ്സിലാക്കുന്ന ദൈവം. ആമേൻ. ഹല്ലേലൂയ. നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം. ആമേൻ. നമ്മുടെ വിഷമങ്ങളെ, നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളെ, നമ്മുടെ നിലവുകളെ ഒക്കെ ഒരു മനുഷ്യനും നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെ അറിയാൻ കഴിയത്തില്ല. ഒരുപക്ഷെ നിങ്ങൾ വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങൾ വളരെ ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങൾ ആത്മാർത്ഥതയോടെയായിരിക്കാം കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചത്. പക്ഷെ നിങ്ങളുടെ അധ്വാനങ്ങളെ കാണാൻ ചിലപ്പോൾ കുടുംബത്തിലുള്ളവർക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. അവർ നിങ്ങളെ കുറ്റപ്പെടുത്തിയേക്കാം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചിട്ട് അവരിൽ നിന്ന് ഒന്നും കിട്ടാതെ വരുമ്പോൾ, അവരിൽ നിന്ന് ഒരു സ്നേഹമോ തിരിച്ചുള്ള ഒരു കരുതലോ ഒന്നും കിട്ടാതെ വരുമ്പോൾ ഒരുപക്ഷെ എങ്ങനെ എന്റെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാലോ, ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നെന്ന് പോലും
ചിന്തിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഇന്ന് പ്രഭാതത്തിൽ ആ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുക, നീ അതിനെക്കുറിച്ച് ഓർത്ത് ചിന്തിക്കണ്ട, വിഷമിക്കണ്ട. നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. പ്രിയരെ, ഞാൻ ദൈവമക്കളെ, നീ എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തികളോടും ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഭൂമിയിലെ സകല ബന്ധങ്ങളും നമ്മുടെ ശവക്കല്ലറ കൊണ്ട് അവസാനിക്കും. ആമേൻ. ഹല്ലേലൂയ. നമ്മളോട് എത്ര സ്നേഹമുള്ളവരും ആയിക്കൊള്ളട്ടെ, ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ അപ്പനോ അമ്മയോ ആരും ആയിക്കൊള്ളട്ടെ, എത്ര നിന്നെ എനിക്ക് ഏറ്റവും ഭയങ്കര സ്നേഹമാണ്, നിന്നോട് എനിക്ക് നിന്നെ വിട്ടുപിരിഞ്ഞ് എനിക്ക് ഇരിക്കാൻ കഴിയത്തില്ലെന്ന് ഒരുപക്ഷെ ദിവസത്തിൽ 1000 തവണ പറയുന്ന വ്യക്തിയും ആയിക്കൊള്ളട്ടെ, ആമേൻ, ആ വ്യക്തിക്കും നമ്മുടെ ശവക്കല്ലറ വരെ നമ്മെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല എവിടെയെങ്കിലും ഒരു മരണം ഉണ്ടായിട്ട് അടക്കം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ ഞാൻ സ്റ്റേ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞിട്ട് ആ ബോഡി അടക്കാതെ ആ ബോഡി എന്റെ വീട്ടിൽ വെച്ചാൽ ഇതെനിക്ക് അടക്കുവാൻ കഴിയത്തില്ല, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എന്റെ ഏറ്റവും അടുത്ത ആളാണ്, ഞാൻ എത്രയും സ്നേഹിക്കുന്ന മറ്റൊരാളില്ല, എനിക്ക് വിട്ടുപിരിയാൻ കഴിയത്തില്ല, അതുകൊണ്ട് ഈ ബോഡി അടക്കണ്ട, എനിക്ക് വേണമെന്നും പറഞ്ഞ് ഇരിക്കുന്നതായിട്ട് നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുകയില്ല. ഒരുപക്ഷെ 2 ദിവസമോ 3 ദിവസമോ ഒരുപക്ഷെ വെച്ചോണ്ടിരിക്കുന്നതായിരിക്കാം. പക്ഷെ 4ാമത്തെ ദിവസം ദുർഗന്ധമാകുമ്പോൾ അവർ തന്നെ പറയും, ഇത് എവിടെയെങ്കിലും കൊണ്ട് മറവ് ചെയ്തേക്കാൻ പറയും. ഒരു മനുഷ്യന് ഇരിക്കാൻ കഴിയത്തില്ല. പക്ഷെ നമ്മുടെ കല്ലറയ്ക്ക് ശേഷവും നമ്മുടെ മരണത്തിന് ശേഷവും നമ്മെ സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. അതുകൊണ്ട് ഇത് ഭൂമിയിലുള്ള നിങ്ങളുടെ ബന്ധങ്ങൾക്ക് വേണ്ടി അല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങൾ സർവശക്തനായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിന് വേണ്ടി ജീവിക്കണം. നിങ്ങൾ ഈ ഭൂമിയിൽ ഉരുവാകുന്നതിന് മുമ്പേ, നിങ്ങൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ അറിഞ്ഞതാണ് ദൈവം. നിന്നെ പേർ ചൊല്ലി വിളിച്ചതാ ദൈവം. നിന്നെ ഈ ഭൂമിയിലേക്ക് അയക്കുവാനായിട്ട്, ഭൂമിയിലേക്ക് എത്തിക്കുവാനായിട്ട് നിന്റെ മാതാപിതാക്കന്മാരെ 2 സ്ഥലത്ത് അവരെ ജനിപ്പിച്ച് അവരെ ഒരു പോറൽ പോലും ഇല്ലാതെ, അല്ലെങ്കിൽ അവരെ വളരെയധികം പ്രൊട്ടക്ട് ചെയ്ത് അവരെ ഒരുമിച്ച് ഒരു കുടുംബത്തിലാക്കി അവരിൽ കൂടെ നിന്നെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിച്ചതിന് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. ദൈവത്തിന് വലിയ പദ്ധതി ഉള്ളത് കൊണ്ടാണ് നിങ്ങളെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളിൽ ആരെങ്കിലും എന്റെ ജീവിതം മടുത്തുപോയി, എനിക്കിനി ജീവിക്കണ്ട, എന്റെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല, ഇതുകൊണ്ട് ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ ആവശ്യമുണ്ട്. ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവിന് നിങ്ങളെ ആവശ്യമുണ്ട്. നീ വെറുതെ അല്ല ഈ ഭൂമിയിൽ ജനിച്ചത്. നിന്നെക്കുറിച്ചൊരു പദ്ധതി തയ്യാറാക്കി ദൈവം നിന്നെ ഇവിടെ ജനിപ്പിച്ചതാണ്. ഒരുപക്ഷെ നിങ്ങൾ അനുഭവിക്കുന്ന ആ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വളരെ വലിയതായിരിക്കും. പക്ഷെ നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ഇതുവരെ തകർന്നു പോയില്ലല്ലോ, ഇതുവരെ നിങ്ങൾ ഉടഞ്ഞു പോയില്ലല്ലോ. ഇന്നും നിന്നെ നിർത്തിയത് നീ ആലോചിച്ച് നോക്കിയ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എത്ര അത്ഭുതകരമായിട്ട് ദൈവം നടത്തിയത്. തകർന്നു പോകുമെന്നും ഉടഞ്ഞു പോകുമെന്നും ഇവിടം കൊണ്ട് അവസാനിച്ചെന്ന് പറഞ്ഞ് എത്രയോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു. ഇതിനകത്തൊന്നും ഞാൻ കരകയറത്തില്ല, ഇവിടം കൊണ്ട് ജീവിതം അവസാനിച്ചു, ഇവിടെ ഇനി ഒരു ആത്മഹത്യ അല്ലാതെ മുമ്പിൽ മറ്റു വഴികളില്ലെന്ന് പറഞ്ഞ് എത്രയോ തവണ പറഞ്ഞവരാണ് ഞാനും നിങ്ങളും. എത്രയോ തവണ മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയത്തില്ല, എന്നെ കരുതുവാൻ ആരുമില്ല, എന്റെ അവസ്ഥ ഇതാണെന്ന് പറഞ്ഞ് എത്രയോ തവണ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞ് എത്രയോ തവണ മരണത്തെക്കുറിച്ച് ചിന്തിച്ച വ്യക്തിയാണ് നിങ്ങൾ. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു, എന്നിട്ടും നിങ്ങൾ ഇന്നും ജീവനോടെ ഇരിക്കുന്നില്ലേ? അതിന് കാരണം മറ്റൊന്നുമല്ല, നീ പലപ്പോഴും മരണത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടും, നീ മരണത്തിന് വേണ്ടി ശ്രമിച്ചിട്ടും, ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടാനായിട്ട് നീ ആകുന്നത് ശ്രമിച്ചിട്ടും, ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടാതിരിക്കുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ബ്ലെസ് ചെയ്യുകയാണ്. ദൈവത്തിന്റെ പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നടക്കാൻ പോവുക. ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നടക്കാൻ പോവുക. നിങ്ങൾ കേട്ട പ്രവചന ശബ്ദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നടക്കാൻ പോവുക. നിങ്ങളെ നോക്കി പിശാച് പറഞ്ഞ അല്ലെങ്കിൽ പിശാച് വെച്ച പദ്ധതികളല്ല നടക്കാൻ പോകുന്നത്, മറിച്ച് പരിശുദ്ധാത്മാവിനാൽ പ്രവാചകന്മാരിൽ കൂടെ നിങ്ങളോട് അറിയിച്ച ദൂതുകൾ, നിങ്ങളെ കേൾപ്പിച്ച പ്രവചന ശബ്ദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ നടക്കാൻ പോവുകയാണെന്ന് ഞാൻ ആത്മാവിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പ്രവചിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട, നിങ്ങളുടെ നാളെയെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടണ്ട. ദൈവം വിചാരപ്പെടേണ്ടത് വചനത്തിൽ പറഞ്ഞിട്ട് നിങ്ങൾ വിചാരപ്പെട്ടാൽ എന്ത് സംഭവിക്കും? അത് ദൈവത്തിന്റെ വചനത്തിനെതിരാണ്, ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാതിരിക്കുന്നതിന് തുല്യമാണ്. കർത്താവ് വിചാരപ്പെടേണ്ടെന്ന് വെറുതെ അല്ല നിങ്ങൾ പറയുന്നത്, കാരണം അത് വിചാരപ്പെട്ടാലുള്ള ദോഷം ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ്.
ഒരു മനുഷ്യനെ ഭൂമിയിൽ ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ട് ആ ദൈവത്തിന് ഒരു മനുഷ്യന്റെ സകല കാര്യങ്ങളും അറിയാവുന്നത് കൊണ്ടാണ് ഇവിടെ കർത്താവ് പറഞ്ഞത് നിങ്ങൾ വിചാരപ്പെടേണ്ട. കാരണം വിചാരപ്പെട്ടാൽ എന്ത് സംഭവിക്കും? വിചാരപ്പെട്ടാൽ നീ ആവശ്യമില്ലാതെ നീ വിചാരപ്പെടുന്നത് കൊണ്ട് നിന്റെ ടെൻഷൻ കൂടുകയും നിനക്ക് BP ഉണ്ടാവുകയും ചെയ്യും. നിന്റെ ഹെൽത്ത് നശിച്ചു പോകും. നിനക്ക് ഓവർ ടെൻഷനായി മാറും, ഹൈ BP ആയി മാറും, ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകും. വളരെ ആൻഷ്യസ് ആയി തീർന്നു കഴിഞ്ഞാൽ ഒരു ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ചിലരുണ്ട് ഭാവിയെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്ന ആളുകൾ. അയ്യോ, നാളത്തെ കാര്യം ഇങ്ങനെ, അടുത്ത ദിവസത്തെ കാര്യം. ചിലരുണ്ട് ഇന്നിരുന്നു കൊണ്ട് 10 വർഷം കഴിഞ്ഞുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. മക്കൾക്ക് 1 വയസ്സുള്ളപ്പോൾ തന്നെ അവർക്ക് അവരുടെ കല്യാണത്തെ കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടുന്ന ആൾക്കാരുണ്ട്. അയ്യോ, അവന്റെ ഭാവി എങ്ങനെയാകും, അവൻ എവിടെ നിന്ന് എങ്ങനെ കാര്യങ്ങൾ നടക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. വചനം പറയുക, നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട, നാളെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടണ്ട. നിങ്ങൾ ഇന്നത്തെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളെ ഇന്ന് വരെ ദൈവം അത്ഭുതകരമായി നടത്തിയെങ്കിൽ നാളെ നിങ്ങളെ നടത്തുവാൻ ശക്തനായ ഒരു ദൈവമുണ്ടെന്ന് നിങ്ങളൊന്ന് ഉറച്ചു വിശ്വസിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? കഴിഞ്ഞ ദിവസം വരെ അല്ല, ഇന്ന് വരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ മെസ്സേജ് കേൾക്കുന്നത് വരെ ജീവനോടെ നിങ്ങളെ ശേഷിപ്പിച്ചെങ്കിൽ, നിങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപകടം വരുത്താതെ നിങ്ങളുടെ ജീവനെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എടുക്കാതെ നിങ്ങളെ ജീവിപ്പിച്ചെങ്കിൽ നാളെ നിങ്ങളെ നടത്തുവാൻ ശക്തനാണ്. ഒരുപക്ഷെ രോഗം നിങ്ങളുടെ ശരീരത്തെ കാർന്നു തിന്നുന്നുണ്ടായിരിക്കാം, വളരെ വേദന സഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ മരണത്തെ നിങ്ങൾ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇന്നും നിങ്ങൾ ജീവനോടെ ശേഷിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പ്രവചിച്ച് ഞാൻ പറയാം, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ, നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. മറിച്ച് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതികളെ ഓർത്ത് നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്ത് തുടങ്ങിക്കേ. പിശാച് നിങ്ങളോട് ഒത്തിരി നുണ പറയും. നിന്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കും, നിന്റെ സകല നന്മകളും, നിനക്ക് ഒരു നന്മയും ഉണ്ടാകത്തില്ല, നിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുക, നിന്റെ മക്കൾ നിന്നെ ഉപേക്ഷിച്ചു പോയി, നിനക്കുണ്ടായിരുന്നവരെല്ലാം നിന്നെ ഉപേക്ഷിച്ചു പോയി, നിനക്കിനി ആരുമില്ല, നീ ഇവിടം കൊണ്ട് തീരാൻ പോവുക, ദൈവവും നിന്നെ കൈവിട്ടെന്ന് പിശാച് പല ആവർത്തി നിന്റെ ചെവിയിൽ വന്ന് ഓതി കാണും. പക്ഷെ ഞാൻ ഇന്ന് പ്രവചനാത്മാവിൽ പറയാം, ആമേൻ, പക്ഷെ ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല. ദൈവം നിന്നെ ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് പറയുക, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട, ഒന്നിനെ കുറിച്ചും ഭാരപ്പെടണ്ട. നിങ്ങളുടെ മക്കളുടെ ഭാവിയെ ഓർത്ത് നിങ്ങൾ വിചാരപ്പെടണ്ട, നിന്റെ ഫ്യൂച്ചറിനെ ഓർത്ത് നീ ഭാരപ്പെടണ്ട, നിന്റെ ഭാവി സ്റ്റഡീസിനെ ഓർത്ത് നീ ഭാരപ്പെടണ്ട, അവൻ വീടിന്റെ പണിയെ ഓർത്ത് ഭാരപ്പെടണ്ട. അത് ബ്ലോക്കായി കിടക്കുകയാണെങ്കിൽ യേശുവിൻ നാമത്തിൽ അത് തുറന്നു വരുവാൻ ആത്മാവിൽ കൽപ്പിക്കുന്നു. സകല നന്മകളും നിങ്ങളുടെ ഭവനത്തിനകത്ത് വരാൻ പോവുക. നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ മോശമായിരിക്കാം, പക്ഷേ നിങ്ങളുടെ മനസ്സിലൊന്ന് കണ്ടേ ദൈവം ചെയ്യാൻ പോകുന്ന നന്മ. ആ നന്മയ്ക്ക് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്ത് നോക്കിക്കുക. നിങ്ങളുടെ അവസ്ഥകൾ മാറാൻ പോവുക, നിങ്ങളുടെ അവസ്ഥകൾ മാറാൻ പോവുക, നിങ്ങളുടെ സാഹചര്യങ്ങളെ ദൈവം ചേഞ്ച് ചെയ്യാൻ പോവുക. ഇന്ന് പ്രഭാതത്തിൽ ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളുടെ ഭവനത്തിനകത്ത് ചില ചേഞ്ചുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളുടെ ഭവനത്തിനകത്ത് ചില വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതിനകത്ത് ഈ മെസ്സേജ് കേൾക്കുന്ന ചിലരുടെ മക്കളെ കുറിച്ച് ഭാരപ്പെട്ട്, അവരുടെ ഭാവിയെ കുറിച്ച് ഭാരപ്പെട്ട് അവർ നശിച്ചു പോകുമെന്ന് പറഞ്ഞ് കരയുന്ന ചിലർ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട്. നിങ്ങളെ നോക്കി ആത്മാവിൽ ഞാൻ പ്രവചിച്ച് പറയാം, ഹല്ലേലൂയ. നിങ്ങളുടെ മക്കളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളുടെ മക്കളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട. അവരെല്ലാം നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. കേവലം ഒരു മനുഷ്യൻ നിങ്ങളോട് സംസാരിക്കുന്ന നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങളോട് പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഏറ്റെടുക്കുവാൻ കഴിയുമെങ്കിൽ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കുക. അതാണ് ഇത് എന്നോട് സംസാരിച്ചതാണ്, ഇതെന്റെ ജീവിതത്തിലെ കാര്യമാണ്. അവൻ എന്റെ ജീവിതം അവസാനിക്കുന്നില്ല, എനിക്ക് വലിയൊരു നന്മ ദൈവം ചെയ്യാൻ പോവുക, എനിക്ക് വേണ്ടിയുള്ള പുതിയ വഴികൾ ദൈവം തുറക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അതിനെ ഏറ്റെടുത്തു. ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ചില അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ചില വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ പുറകോട്ട് 6-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം തൊട്ടിങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് ചില കാര്യം കാണുവാൻ കഴിയും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും
എന്ത് ഭക്ഷിക്കും? ഒരുപക്ഷെ നമ്മളുടെ സിറ്റുവേഷൻ വളരെ മോശമായിരിക്കും, ജോലിയൊക്കെ പോയിരിക്കുന്ന സിറ്റുവേഷനിൽ ഇരിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. ഭക്ഷണത്തെ കുറിച്ച് നാളെ എങ്ങനെ, അടുത്ത ദിവസം ചിലപ്പോൾ ഇന്നത്തേക്കുള്ളതേ കാണുകയുള്ളൂ, അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്കുള്ളത് എങ്ങനെ കരുതും, അതിനുള്ള വഴികൾ എന്താണെന്ന് വിചാരിച്ച് ഭാരപ്പെടുന്നവർ കാണും. പക്ഷെ വചനം പറയുക, നിങ്ങളുടെ ഭക്ഷണത്തെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിചാരപ്പെടേണ്ട. നിങ്ങളെ കരുതുവാൻ കഴിയുന്നൊരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവ് നിങ്ങളോട് വിചാരപ്പെടേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരപ്പെടേണ്ടം തന്നെയാണ്. അതിനകത്തൊരു സെക്കൻഡ് ചോയ്സ് ഇല്ല. വിചാരപ്പെടണ്ട എന്ന് പറഞ്ഞാൽ വിചാരപ്പെടേണ്ടെന്ന് തന്നെയാണ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾ അതിനപ്പുറത്തേക്ക് നിങ്ങൾ വിചാരപ്പെട്ടാൽ നിങ്ങൾക്കില്ലാത്ത പ്രശ്നങ്ങൾ പിശാച് കൊണ്ടുവന്ന് വരും. നിങ്ങൾ ദൈവം പറയുന്നത് അനുസരിക്കുന്നോ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അനുസരിക്കാൻ തയ്യാറാവുന്നോ, അല്ലെങ്കിൽ വചനത്തിന് വിരുദ്ധമായിട്ട് നിങ്ങൾ മുമ്പോട്ട് മൂവ് ചെയ്താൽ, നിങ്ങൾ വിചാരപ്പെട്ടുകൊണ്ട് പോയാൽ പിശാചിന് നിങ്ങളുടെ ഫാമിലിക്കകത്തേക്ക് കയറാനുള്ള ഡോറ് നിങ്ങൾ തുറക്കുന്നത് പോലെയാണ്. നിങ്ങൾ ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി നിങ്ങൾ വിചാരപ്പെടുമ്പോൾ നിങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാനിരിക്കുന്ന വാതിലിനെ നിങ്ങൾ വീണ്ടും ലോക്ക് ചെയ്യുക. പിന്നെ പിശാചായിരിക്കും നിങ്ങളുടെ കുടുംബത്തിനകത്ത് പ്രവർത്തിക്കുന്നത്. പിശാച് നിങ്ങളെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാമോ, നിങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങളുടെ സമാധാനം കളയാമോ, എങ്ങനെയൊക്കെ നിങ്ങളുടെ സന്തോഷം കളയാമോ, എങ്ങനെയൊക്കെ നിങ്ങളെ തകർക്കാമോ, ആ രീതിയിലൊക്കെ അവൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അമ്മൻ ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ പറയുക, നിങ്ങൾ വിചാരപ്പെടേണ്ട. അതിനുശേഷം പറയുന്നു, ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. അപ്പോ നിങ്ങൾ വസ്ത്രത്തെക്കുറിച്ച്, നിങ്ങളുടെ ഭൗതിക നന്മകളെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട. അതും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതാൻ ശക്തനായ ദൈവമാണെന്ന് ദൈവം ഇവിടെ വചനത്തിൽ കൂടെ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. എന്ത് പറയാ, ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലേ. ആമേൻ ഹല്ലേലൂയ. എത്ര നല്ല വചനങ്ങളാണ് ഇന്ന് പ്രഭാതത്തിൽ നാം കേൾക്കുന്നത്. ആകാശത്തിലെ പറവകളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ. അതായത് വചനത്തിൽ ഇതെല്ലാം പറഞ്ഞിട്ട് വീണ്ടും അവിടെ വലിയൊരു എക്സാമ്പിൾ പറയുക. നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്ക്, അവ വിതയ്ക്കുന്നില്ല, കളപ്പുരയിൽ ഒന്നും കൂട്ടിവെക്കുന്നില്ല. പക്ഷെ എങ്കിലും എത്ര അത്ഭുതകരമായിട്ടാണ്, എത്ര അതിശയകരമായിട്ടാണ് അവയെ ദൈവം പോറ്റി പുലർത്തുന്നത്. നിങ്ങൾ അവയേക്കാൾ വിശേഷതയുള്ളവരല്ലേ. ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് മനുഷ്യനാണ്. പറവജാതികൾക്കോ മൃഗജാതികൾക്കോ അല്ല, മനുഷ്യനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പോൾ ദൈവം പറയുക, എന്റെ സൃഷ്ടിയിൽ അത്രയും പ്രാധാന്യമുള്ള, മനുഷ്യന്റെ അത്രയും പ്രാധാന്യമില്ലാത്ത പറവകളെ ഞാൻ ഇത്ര ശ്രേഷ്ഠകരമായിട്ട് നടത്തുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ എത്രയധികം. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിഷമം വിചാരിക്കേണ്ട, നിങ്ങൾ അല്പവിശ്വാസികളല്ല. ഞാൻ ആത്മാവിൽ ഞാൻ നിങ്ങളെ ബ്ലെസ് ചെയ്യാണ്. നിങ്ങളെല്ലാം കർത്താവിൽ വചനത്തിൽ വിശ്വസിക്കുന്നവരാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവം പുതിയ വഴികളെ തുറക്കട്ടെ. ഹല്ലേലൂയ. അപ്പോ വചനം പറയുക, ആകാശത്തിലെ പറവകളെ ഞാൻ എത്രയധികം നന്നായിട്ടാണ് ഞാൻ അവയ്ക്കുള്ളതെല്ലാം കരുതി കൊടുക്കുന്നത്. നിങ്ങൾ ഓർക്കണം, ആകാശത്തിലെ പറവകൾ അത് നാളത്തേക്കുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ നാളെ എന്ത് കഴിക്കും, നാളെ കഴിക്കാൻ വല്ലതുമുണ്ടോ എന്നൊന്നും അത് ചിന്തിക്കുന്നില്ല. അത് അന്നത്തേക്കുള്ള അതിന്റെ അപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി അത് കഴിക്കുന്നു, ഫുഡ് കഴിക്കുന്നു. അതിന്റെ ജീവിത ചക്രം എങ്ങനെയാണോ അതിനനുസരിച്ച് അത് മൂവ് ചെയ്യുന്നു, അത് അതിന്റെ ജീവിതം അവസാനിക്കുന്നു. അങ്ങനെയാണ്. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. നമുക്ക് ചിന്തിക്കാനുള്ള ശേഷി തന്നിട്ടുണ്ട്. പക്ഷെ ദൈവം തന്ന നല്ല കാര്യങ്ങൾ നമ്മൾ ദോഷമായിട്ടുള്ളവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. നമ്മൾ ആവശ്യമില്ലാതെ നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ, ആവശ്യമില്ലാതെ ആൻഷ്യസ് ആയി മാറുമ്പോൾ നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും. ഇന്ന് ലോകത്തെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയും നമ്മൾ പറയും, അയ്യോ എനിക്ക് സമ്പത്തില്ല, എനിക്ക് നന്മകളില്ല, എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപക്ഷെ നല്ല ജോലി ഉണ്ടായിരുന്നെങ്കിൽ, നല്ല വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ, അത്യാവശ്യം നല്ല ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര സന്തോഷകരമായിട്ട് എനിക്ക് ജീവിക്കാമായിരുന്നു, എനിക്ക് ദൈവത്തെ സേവിക്കാമായിരുന്നു, എനിക്ക് സന്തോഷത്തോടെ പോകാമായിരുന്നു. എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ട്. എനിക്ക് സാമ്പത്തിക നന്മകളൊക്കെ ഒത്തിരി കുറവാണ്, ഒത്തിരി പരാധീനതയിൽ കൂടിയാണ് ഞാൻ പോകുന്നത്, ഒത്തിരി ബുദ്ധിമുട്ടിൽ കൂടിയാണ് പോകുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇപ്പൊ വിഷമങ്ങൾ, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, ആൻഷ്യസ് ആകുന്നത്. അല്ല, എനിക്ക് നന്മകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് നല്ല ഫിനാൻഷ്യൽ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്ര സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചേനെ, ഞാൻ എപ്പോഴും ദൈവത്തെ ആരാധിച്ചേനെ, എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിച്ചേനെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ഇന്നത്തെ ലോകത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കിക്കേ, ഏറ്റവും അധികം നിരാശയിലേക്കും ഏറ്റവും അധികം ഡിപ്രഷനിലേക്ക് പോയി ആത്മഹത്യ ചെയ്യുന്നത് ഏറ്റവും സമ്പന്നന്മാരാണ്. ഏറ്റവും സമ്പത്തുള്ളവർ നിരാശയുടെ പടുകുഴിക്കകത്താണ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവർക്ക് ദൈവമില്ലാത്തത് കൊണ്ടാണ്. നമുക്കറിയാം,
ഇന്നത്തെ ലോകത്തിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം ഓടുന്ന സമയമാണ്. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തി, അത്യാവശ്യം ഒരു ഓഫീസ് ജോലി ചെയ്യുന്ന വ്യക്തി, അവരുടെ വിചാരം അടുത്തൊരു പോസ്റ്റിലേക്ക്, അവരുടെ ജോലി ഹൈറാർക്കിയിലേക്ക് അവർ കയറണം, അവരുടെ ശമ്പള സ്കെയിൽ വർദ്ധിക്കണം. അതാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ അധ്വാനിക്കുന്നു, അവർ നന്നായി ജോലി ചെയ്യുന്നു. അവർ ആ അച്ചീവ് ചെയ്യാനായിട്ട്, അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് അവർ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് അവർ അതിനുശേഷം അവർ വിചാരിക്കും, എനിക്ക് ആ ഒരു പദവി കിട്ടിയാൽ എനിക്ക് അത് കിട്ടിയാൽ ഞാൻ ഓക്കെയാണ്, അതോടുകൂടെ ഞാൻ സെറ്റിൽഡ് ആകും, പിന്നെ എനിക്ക് ഒന്നിനെ കുറിച്ചും വിഷമിക്കണ്ട. ഇപ്പോഴത്തെ ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ ലെവലിൽ നിന്നും അടുത്ത ലെവലിലേക്ക് കയറിയാൽ ഞാൻ സെറ്റിൽഡ് ആകും, പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ അധ്വാനിച്ച ശേഷം ആ ഒരു പോസ്റ്റിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആദ്യത്തെ കുറച്ച് നാൾ നമ്മൾ സന്തോഷമായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അവിടെയും ബോറടിക്കും. പിന്നെ നമ്മളുടെ ഗോൾ അതിനപ്പുറത്തേക്കാവും. അല്ല, എനിക്ക് അടുത്ത ഒരു മാനേജർ പോസ്റ്റിലേക്ക് എനിക്ക് കയറണം, ആ ഒരു പോസ്റ്റിൽ വന്നാൽ ഞാൻ ഫിനാൻഷ്യലി ഇച്ചിരി സെറ്റപ്പ് ആവും, എന്റെ കാര്യങ്ങളെല്ലാം നടക്കും, മക്കളുടെ വിദ്യാഭ്യാസം, ബാക്കിയുള്ള കാര്യങ്ങൾ, എനിക്ക് അല്പം സ്ഥലം മേടിക്കാൻ, നല്ലൊരു വീട് വെക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത്യാവശ്യം ലോൺ എടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ആ പോസ്റ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവും. അങ്ങനെ അതിനുവേണ്ടി അവർ നന്നായി ഹാർഡ് വർക്ക് ചെയ്യും, നല്ല രീതിയിൽ വർക്ക് ചെയ്യും. കമ്പനിക്ക് അത് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അടുത്ത ഒരു മാനേജർ പോസ്റ്റിലേക്ക് വരും. അവർ വളരെയധികം ഹാപ്പി ആവും. ഓക്കെ, ഞാൻ ഇപ്പൊ സെറ്റിൽഡ് ആയി, ഞാൻ എല്ലാം ഓക്കെ ആയി. പക്ഷെ കുറച്ചു നാൾ കഴിയുമ്പോൾ അവർ അവിടെയും മടുത്തു പോവുകയാണ്. വീണ്ടും അടുത്ത ഗോളിലേക്ക് മനുഷ്യൻ നീങ്ങുക. ഇതാണ് മനുഷ്യന്റെ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിലെ നന്മകളെയോ, ഈ ലോകത്തിലെ ജോലിയോ, അല്ലെങ്കിൽ ഈ ലോകത്തിലെ സമ്പത്തിനെയോ നമ്മൾ ആശ്രയിച്ചാൽ നമുക്ക് എത്ര കിട്ടിയാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആകത്തില്ല. നമുക്ക് സന്തോഷം തരാൻ ഒരു പണത്തിനും കഴിയത്തില്ല. എത്ര പണം കിട്ടിയാലും നമുക്ക് സന്തോഷമാകത്തില്ല. നമുക്ക് അതിനകത്ത് നന്മകൾ, ഒരുപക്ഷെ നമുക്ക് സമ്പത്ത് കിട്ടിയാൽ കുറച്ചു നാൾ നമ്മൾ സന്തോഷിക്കും. പക്ഷെ ദൈവവുമായിട്ടുള്ള ബന്ധമാണ് നമുക്ക് ഏറ്റവും നല്ല സമ്പത്ത്. ആമേൻ, ഹല്ലേലൂയ. ഒരുപക്ഷെ കുടുംബത്തിനകത്ത് സമ്പത്തില്ലെങ്കിലും നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാകരുതെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ പ്രഭാതത്തിൽ ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഭവനത്തിനകത്ത് നന്മകൾ ഉണ്ടാകണം, നിങ്ങൾ ഫിനാൻഷ്യലി ബ്ലസ് ആകണമെന്നാണ് ഞാൻ പറയുന്നത്. എങ്കിലും ഞാൻ പറയുക, നമുക്ക് സമ്പത്തില്ലെങ്കിലും, നമ്മുടെ വീടിനകത്ത് നന്മകളില്ലെങ്കിലും, നിനക്കൊരു ദൈവമുണ്ടെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, നീ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. നിന്നെ നടത്തുവാൻ ശക്തനായ ഒരു ദൈവമാണ്. എത്ര സമ്പത്തുണ്ടെങ്കിലും ദൈവമില്ലെങ്കിൽ ആ മനുഷ്യന്റെ അവസ്ഥ എത്ര പരിതാപകരമാണ്. നമുക്കറിയാം, എത്രയോ ഫിലിം സ്റ്റാർസ് ആണ് ആത്മഹത്യ ചെയ്തു പോകുന്നത്. സമ്പത്തില്ലാത്തത് കൊണ്ടാണോ? അവർക്ക് നന്മകൾ ഇല്ലാത്തത് കൊണ്ടാണോ? എത്രയോ ഫിലിം സ്റ്റാർസ് ആണ് അവർ ഡിപ്രഷനിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പോഴും എത്രയോ ആളുകൾ, ഞാനിപ്പോൾ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലോകത്തെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ ഡിപ്രഷന് വേണ്ടിയുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുക. കൂലിപ്പണിക്ക് പോകുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി അന്നന്ന് കഷ്ടപ്പെട്ട് ഉപജീവനം കണ്ടെത്തുന്ന, അല്ലെങ്കിൽ സാധാരണ കുടിലിൽ താമസിക്കുന്ന ആളുകളെ കുറിച്ചല്ല പറയുന്നത്. അവരൊക്കെ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഞാൻ പറയുന്നത് വളരെ സമ്പന്നന്മാരായിട്ടുള്ള എത്രയോ ആളുകൾ, അവരുടെ മക്കൾ ഡിപ്രഷനിലായിരിക്കുന്നു. എത്രയോ ആളുകൾ ഡിപ്രഷനിലായിരിക്കുന്നു. ഞങ്ങൾ ഇതിനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയോ ആളുകളെ നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. എത്രയോ ബുദ്ധിമുട്ടിനകത്ത്, ജീവിതത്തിൽ മടുത്തു, ജീവിതം നഷ്ടപ്പെട്ടു, ഇനി വേണ്ട എന്ന് പറയുന്ന എത്രയോ ആളുകളെ കണ്ടുമുട്ടാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട. ഞാൻ ആ ഭാഗത്തുനിന്ന് വേഗം വചനത്തിലേക്ക് തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ പറയുക, അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലേ? വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? അപ്പൊ ചോദിക്കുകയാണ്, വിചാരപ്പെടുന്നതുകൊണ്ട് നിങ്ങളുടെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ കഴിയുമോ? കൂട്ടാൻ കഴിയത്തില്ല. അപ്പോ വീണ്ടും വചനം പറയുന്നു, ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നിൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും അവയൊന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഭൂമി ജീവിച്ചിരുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠതയോടെ ജീവിച്ച ഒരു രാജാവാണ് ശലോമോൻ രാജാവ്. ഏറ്റവും ധനാഢ്യനും ഏറ്റവും നല്ല, എന്താ പറയുക, മറ്റ് രാജാക്കന്മാർ അത്ഭുതത്തോടെ വീക്ഷിച്ച ഒരു രാജാവാണ് ശലോമോൻ രാജാവ്. ഇവിടെ പറയുക, വയലിലെ താമര എങ്ങനെ വളരുന്നു നോക്കുക. ശലോമോൻ തന്റെ സകല പ്രൗഢിയിലും ജീവിച്ചതിനേക്കാൾ വളരെ ശ്രേഷ്ഠകരമായിട്ടാണ് ഞാൻ അതിനെ പോറ്റിയെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സാധാരണ പുല്ലിനെ, അല്ലെങ്കിൽ പൂവിനെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പറവജാതികളെ ദൈവത്തിന് ഇത്രയും ശ്രേഷ്ഠകരമായിട്ട് നടത്തുവാൻ കഴിയുമെങ്കിൽ നിങ്ങളെ എത്ര അധികമായിട്ട് നടത്തുവാൻ കഴിയും? നിന്റെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ദൈവത്തിന് എത്ര വിചാരമുണ്ട്? നീ അറിയുന്നതിനേക്കാൾ നന്നായിട്ട് നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവ ആവശ്യങ്ങൾ അറിയുന്നത് കൊണ്ട് ഞാൻ ആവശ്യം പറയുന്നില്ലെന്നല്ല.
നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ അറിയിച്ചാൽ മാത്രം മതി. ദൈവം നിങ്ങൾക്ക് വേണ്ടി അനേകം നന്മകളെ ചെയ്യാൻ പോവുക. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഭാരത്തോടെ, പ്രയാസത്തോടെ, ജീവന കാര്യത്തിൽ, ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ, വീടിന്റെ കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കുന്നെങ്കിൽ, മക്കളുടെ ഭാവിയെക്കുറിച്ച് ബുദ്ധിമുട്ടിലായിരിക്കുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവ നന്മകൾ ഈ ദിവസങ്ങളിൽ പകരപ്പെടട്ടെ. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവാചകന്മാരിൽ കൂടെ അറിയിച്ച ദൈവശബ്ദങ്ങൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് നിവർത്തിയാകട്ടെ എന്ന് ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ആത്മാവിൽ ഞാൻ കൽപ്പിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ വീണ്ടും വചനം പറയുകയാണ്, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ആമേൻ, ഹല്ലേലൂയ. അപ്പോ ഈ ഭാഗം വായിച്ചപ്പോഴാണ് പുറപ്പാട് പുസ്തകത്തിൽ നമുക്കൊരു കാര്യം കൂടെ കാണുവാൻ കഴിയും. ഞാൻ ഒരു വാക്യം കൂടെ വായിക്കുവാൻ ആഗ്രഹിക്കുക. പുറപ്പാട് പുസ്തകം 16 അധ്യായം, അതിന്റെ 4 അധ്യായം. അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്തു നിന്ന് അപ്പം വർഷിപ്പിക്കും. ജനം എന്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട ഒരു ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പെറുക്കിക്കൊള്ളണം. ആമേൻ. അപ്പൊ ഇതിനകത്ത് പറയും, ഈ ഭാഗത്ത് പറയുക, ഇപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്തു നിന്ന് അപ്പം വർഷിപ്പിക്കും. ജനം എന്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പെറുക്കിക്കൊള്ളണം. അപ്പോ ഈ ഭാഗം അറിയാം, ഇസ്രായേൽ മക്കൾ വളരെയധികം നിലവിളിച്ച്, ഞങ്ങൾ ഇവിടെ മരുഭൂമിയിലായിരിക്കുന്നു, ഞങ്ങൾക്ക് ഭക്ഷിക്കാനൊന്നുമില്ല, ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്, ഞങ്ങളെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നതാണോ എന്ന് പറഞ്ഞ് ദൈവത്തോടും മോശയോടും പെറുവിടുത്തപ്പോൾ ആ മോശ ദൈവത്തോട് തന്റെ ആവലാതി ബോധിപ്പിക്കുമ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമാണ്, ഇത്രയും ശ്രേഷ്ഠകരമായി നടത്തിയ, ഓർക്കണം, അവർ അത്രയും അപകടത്തിൽ ഈ ഈജിപ്ഷ്യൻ നദീനദിയിൽ കിടന്നപ്പോൾ അവരെ അവിടുന്ന് വിടുവിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ കാണിച്ച്, അവിടെ തന്നെ വലിയ അത്ഭുതങ്ങൾ, 10 അത്ഭുതങ്ങൾ കാണിച്ചിട്ടാണ് ദൈവം അവിടുന്ന് കൊണ്ടുവന്നത്. എന്നിട്ട് പോലും ഈ മനുഷ്യർക്ക് ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവരുടെ ഉപജീവന കാര്യങ്ങളെ ഓർത്ത് അവർ വളരെയധികം ബുദ്ധിമുട്ടുകയും ഭാരപ്പെടുകയും അവർ മോശയുടെ പരാതിയും ആവലാതിയും പറയുകയും ചെയ്തു നമുക്ക് കാണാൻ കഴിയും. അപ്പോ ദൈവം പറയും, ഞാൻ അന്നന്നത്തേക്കുള്ള മന്ന അവർക്ക് ഞാൻ പൊഴിച്ചു കൊടുക്കും, അന്നന്നത്തേക്കുള്ളത് പെറുക്കണം. ഈ ഭാഗം വായിക്കുമ്പോൾ ഇതിനു ശേഷമായിട്ട് ദൈവത്തിന്റെ ന്യായവിധി വരുന്ന കാര്യങ്ങൾ നമുക്ക് അതിന്റെ മുമ്പോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ എനിക്കൊരു മനസ്സിലായ ഒരു കാര്യം, അതിന്റെ ദൈവം പറയുക, നിങ്ങൾ അന്നന്നത്തേക്കുള്ള പെറുക്കണം. നിങ്ങൾ എന്റെ ന്യായപ്രമാണം അനുസരിക്കുന്നുണ്ടോ എന്ന് ഞാൻ നിങ്ങളെ ചെക്ക് ചെയ്യാൻ പോവുക. ഞാൻ നിങ്ങൾക്ക് നന്മ തരിക. ഇന്നത്തേക്കുള്ള മന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊഴിക്കാൻ പോവുക. ഡെയിലി മന്ന പൊഴിക്കും. നിങ്ങൾ അന്നത്തെ ദിവസത്തേക്ക് പെറുക്കണം. നാളത്തെ കുറിച്ച് നിങ്ങൾ പെറുക്കണ്ട. നാളത്തെ ദിവസത്ത് നിങ്ങൾ പെറുക്കണ്ട. നാളത്തെ ദിവസം ഞാൻ അത് പൊഴിച്ചോളാം. ദൈവം ചെയ്യും. ഇന്നത്തേക്കുള്ള നിങ്ങൾ പെറുക്കുക. വീഴുന്നത് ഒത്തിരി ഉണ്ട്, അനേകം പെറുക്കാം, പക്ഷെ നിങ്ങൾ ഇന്നത്തേക്കുള്ള പെറുക്കാവുള്ളൂ. ദൈവം അങ്ങനെ ഒരു കമാൻഡ്മെന്റ് കൊടുക്കുക. ഓർക്കണേ. അപ്പോ അത് പറഞ്ഞിട്ട് ഇസ്രായേൽ മക്കൾ ചിലർ അനുസരിച്ചു, ചിലർ അന്നത്തേക്കുള്ളത് മാത്രം പെറുക്കി. പക്ഷെ മറ്റു ചിലർ എന്ത് ചെയ്തു? അവർ ഇന്ന് ദൈവം മന്ന പൊഴിച്ചു, ഇനി നാളെ ഇനി പൊഴിച്ചില്ലെങ്കിലോ, എങ്ങാനും നാളെ കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്ത് എന്ത് ചെയ്തു? അവര് ചിലർ നാളത്തേക്ക് കൂടെ പെറുക്കിയെടുത്തു. അപ്പൊ പെറുക്കിയെടുത്തു കഴിഞ്ഞപ്പോ അവരത് കരുതി വെച്ചു. പക്ഷേ അധികമായി പെറുക്കിയത്, നാളത്തേക്ക് കരുതി ഉദ്ദേശിച്ച് പെറുക്കി വെച്ചത് നിർമ്മിച്ചുപോയി, നഷ്ടപ്പെട്ടു പോകാനിടയിൽ. അങ്ങനെ ദൈവത്തിന്റെ കോപം അവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നോക്കണം, ദൈവം ഇന്ന് അവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തു. ആകാശത്തെ തുറന്ന് മണ്ണയെ ദൈവം പൊഴിച്ചു കൊടുത്തു. എന്നിട്ടും ഈ മനുഷ്യന് വിശ്വസിക്കാൻ കഴിയത്തില്ല, ഇന്ന് എനിക്ക് ഈ മണ്ണ ദൈവം എന്റെ വീടിന്റെ വാതിൽക്കൽ. ഓർക്കണം, അവർക്ക് വയലിൽ പോയി പെറുക്കേണ്ട വന്നില്ല, അല്ലെങ്കിൽ വയലിലോ അല്ലെങ്കിൽ മറ്റെവിടെയോ പോയി അവർക്ക് കളക്ട് ചെയ്യണം വന്നില്ല. അവർ വീടിന്റെ ഡോർ, അവർ രാവിലെ പ്രഭാതത്തിൽ അവർ ഡോറ് തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ദൈവത്തിന്റെ നന്മ, ദൈവം കൊടുത്ത നന്മ, ദൈവം സ്വർഗത്തിൽ നിന്ന് പൊഴിച്ച മന്ന അവരുടെ വീടിന്റെ മുറ്റത്ത്, അവരുടെ ഏറ്റവും കയ്യെത്തും ദൂരത്ത് ദൈവം കൊടുത്തിട്ടും ആ മനുഷ്യർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നാളെയും ഇതുപോലെ ഇന്ന് എനിക്ക് പൊഴിക്കാൻ കഴിയും, ഇന്ന് എനിക്ക് വേണ്ടി ദൈവത്തിന് മന്ന പൊഴിക്കാൻ കഴിയുമെങ്കിൽ നാളെ എന്തുകൊണ്ട് പൊഴിച്ചുകൂടാ? നാളെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ ഇന്ന് വരെ
ദൈവം നടത്തിയെങ്കിൽ, ഇന്ന് വരെ ദൈവം നിങ്ങളെ അത്ഭുതകരമായിട്ട് നിങ്ങൾക്കുള്ള നന്മകളെ, അനുഗ്രഹങ്ങളെ ദൈവം നിങ്ങളുടെ ഭവനത്തിനകത്ത് അത്ഭുതകരമായിട്ട് നടത്തിയില്ലേ? നിന്റെ ആവശ്യങ്ങളെല്ലാം വന്നപ്പോൾ തക്ക സമയത്ത് ആ ഫിനാൻഷ്യൽ നീഡ്സ് ഒക്കെ കർത്താവ് നിന്റെ കരത്തിനകത്ത് തക്ക സമയത്ത് വേണ്ട പൈസ നിനക്ക് തന്നില്ലേ? ആമേൻ. നിന്റെ വീടിന്റെ പണി ആയിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, തക്ക സമയത്ത് നടത്തിയില്ലേ? ആരും സഹായിക്കാനില്ലെന്ന് ചിന്തിക്കുന്ന സമയത്ത് പോലും ദൈവത്തിന്റെ അത്ഭുതകരം എത്രയോ തവണ ഇറങ്ങി വന്നത് നാം കണ്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊന്ന് കേവലം വിശ്വസിച്ചുകൂടെ? എനിക്ക് വേണ്ടി അങ്ങനെ ദൈവം എന്റെ കഴിഞ്ഞ കാലത്ത് ചെയ്തെങ്കിൽ എന്റെ മുമ്പോട്ടുള്ള ഭാവിയിലും ദൈവത്തിന് അത് ചെയ്യാൻ കഴിയുമെന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാകുന്നത്. ദൈവം അവരെ പരീക്ഷിക്കും. ഞാൻ ഇന്ന് അവർക്ക് വേണ്ടി അത് ചെയ്തു കൊടുത്തു. അപ്പൊ അവർക്ക് മിനിമം ദൈവം അത് ചോദിക്കുക, മിനിമം നീ എന്നെ ഒന്ന് വിശ്വസിക്കുക. മിനിമം ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തെങ്കിൽ, നാളെ ചെയ്യുമെന്ന് മിനിമം ഒരു ചെറിയൊരു വിശ്വാസത്തിന്റെ കണിക ദൈവം ചോദിക്കുന്നത്. വലിയ മലമറിച്ചുള്ള വിശ്വാസമൊന്നുമല്ല ദൈവം ചോദിക്കുന്നത്. വലിയ കാര്യമൊന്നുമല്ല കർത്താവ് പറയുന്നത്. ഇത് കാണിച്ചെന്നിട്ട് അത്ഭുതം ചെയ്ത് കാണിച്ചെന്നിട്ട് പറയുക, ഇന്ന് ഞാൻ നിനക്ക് ചെയ്തെങ്കിൽ നാളെ ഞാൻ നിനക്ക് ചെയ്യും, നീ ഇന്നത്തേക്കുള്ള നീ പെറുക്കുക. പക്ഷെ ഇസ്രായേൽ മക്കൾക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ നാളത്തേക്കും കൂടെ പെറുക്കാൻ തുടങ്ങി. അവൻ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു പ്രവചന ശബ്ദം നിങ്ങളോട് ഞാൻ പറയാം. ദൈവത്തിന്റെ നന്മകൾ അവൻ ഒരു മഞ്ഞ പോലെ എന്നും പ്രഭാതത്തിൽ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത്, അല്ലെങ്കിൽ നിങ്ങൾ എന്നും രാവിലെ എണീക്കുമ്പോൾ ദൈവിക നന്മകൾ ഇസ്രായേൽ മക്കളുടെ വീടിന്റെ മുറ്റത്ത് വീണതുപോലെ നിങ്ങളുടെ ഭവനത്തിനകത്തും ഉണ്ടാകട്ടെ ഞാൻ ആത്മാവിൽ ബ്ലസ് ചെയ്യുന്നു. എന്നും പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മീയവും ഭൗതികമായിട്ടുള്ള നന്മകൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടട്ടെ. അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ബ്ലസ് ചെയ്യുക. പ്രിയരെ, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന വലിയ കാര്യമൊന്നുമല്ല. ഇന്ന് വരെ നിന്നെ അത്ഭുതകരമായിട്ട് നടത്തിയെങ്കിൽ, ഇന്നലെ വരെ നിന്നെ അത്ഭുതകരമായിട്ട് നടത്തിയെങ്കിൽ, ഇന്ന് നീ ജീവനോടെ ശേഷിക്കുന്നെങ്കിൽ നാളെയും നിന്നെ നടത്തുവാൻ ഞാൻ ശക്തനാണെന്ന് തെളിയിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ ദൈവം വെറുതെ അല്ല ദൈവം ഇത് പറയുന്നത്, വിചാരപ്പെടേണ്ടെന്ന് വെറുതെ പറയുന്നതല്ല. ദൈവം അത്ഭുതം ചെയ്തിട്ടുണ്ട്. എത്രയോ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ പറയും മറ്റുണ്ട്, നമുക്ക് വചനം വായിച്ച ആദ്യം മുതൽ അവസാനം വരെ ഇതിനകത്ത് ഈ വചനത്തിനകത്ത് അത്ഭുതം മാത്രമേ ഉള്ളൂ. ദൈവം ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. പോട്ടെ, അതൊക്കെ പോട്ടെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കിക്കേ. എത്രയോ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പോലും ദൈവം ചെയ്തു കഴിഞ്ഞിരിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ നാളെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട, നാളെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നാളെയും അത്ഭുതങ്ങൾ ചെയ്യാൻ ശക്തനാണ്. ഒന്ന് വിശ്വസിച്ച് നോക്കിക്കേ. ദൈവം നിങ്ങളുടെ ഭവനത്തിനകത്ത് ചില നന്മകൾ പകരാൻ പോവുക. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ നന്മയെ പലയിടത്തും ബ്ലോക്ക് ആയത്, പിശാച് ബ്ലോക്ക് ചെയ്ത് വെക്കാനുള്ള കാരണം നിങ്ങൾ വളരെയധികം ആൻഷ്യസ് ആകുന്നത് കൊണ്ട്, നിങ്ങൾ നാളെക്കുറിച്ച് ഓവറായിട്ട് വിചാരപ്പെടുന്നത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറയുക. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അനുസരിക്കുക. പരിശുദ്ധാത്മാവ് പറയുന്നത് നിങ്ങൾ നാളെക്കുറിച്ച് വിചാരപ്പെടേണ്ട, മറിച്ച് നിങ്ങൾ നാളെക്കുറിച്ച് വിചാരപ്പെട്ടാൽ പിശാച് ഇല്ലാത്ത പ്രശ്നം നിനക്കുണ്ടാക്കും. നിന്റെ ശരീരത്തിൽ ഇല്ലാത്ത അസുഖങ്ങളെ നിനക്ക് കൊണ്ടുതരും. ഇല്ലാത്ത പ്രശ്നത്തിന് നീ രോഗിയായി തീരും. നീ ഹോസ്പിറ്റലുകളിൽ പോകേണ്ടി വരും. പിന്നെ വീണ്ടും മെഡിസിൻ എടുക്കേണ്ടതായിട്ട് വരും. ഓവർ ടെൻഷൻ വന്ന് എത്രയോ പേർ ഹൈപ്പർ ടെൻഷനായിട്ട് ഹോസ്പിറ്റലിൽ ആയിരിക്കുന്നു. മെഡിസിൻ എടുക്കുന്നവരുണ്ട്. ഹൈ ബി പി ആയിട്ട് എത്രയോ പേര് മെഡിസിൻ എടുക്കുന്നു. പക്ഷെ ദൈവം നിന്നെ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ദൈവം ഇന്ന് പകലിലും ഇന്ന് പ്രഭാതത്തിലും ഒരുക്കമാണ്. ഇന്ന് രാവിലെ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് വചനം വീണ്ടും പറയുക, ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഒടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. അതുകൊണ്ട് വചനം താഴ്ത്തു പറയുക, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ആമേൻ. ഹല്ലേലൂയ. ഇത് വചനം പറയുകയാണ്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ ആഗ്രഹവും ദൈവത്തിന്റെ പദ്ധതിയും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവരാജ്യത്തെ അന്വേഷിക്കുക. ദൈവിക കാര്യങ്ങളെ നമ്മൾ കൂടുതലായിട്ട് അന്വേഷിക്കുക. അതിനുവേണ്ടി നമ്മൾ കൂടുതലായിട്ട് സമയം വേർതിരിക്കുക. ഇന്നത്തെ കാലത്ത് മനുഷ്യന്റെ പ്രയോറിറ്റി നഷ്ടപ്പെട്ടു പോയി. ജീവന കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. എന്നാൽ ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിന് വേണ്ടിയാണോ? ഞാൻ ഒരിക്കലും ഭൗതികതയ്ക്കെതിരല്ല. നിങ്ങൾക്ക് നന്മ ലഭിക്കുന്നതിനെതിരല്ല. നിങ്ങൾക്കൊരു വാഹനം ലഭിക്കുന്നതിനോ
നിങ്ങൾക്ക് നല്ലൊരു വീട് ലഭിക്കുന്നതിനോ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ നല്ല ബ്ലെസ്സിങ് ഉണ്ടാകുന്നതിനോ ഞാൻ ഒരിക്കലും എതിരല്ല. പക്ഷേ ഞാൻ ഇന്ന് ആത്മാവിൽ നിങ്ങളോട് പറയാം, ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം ഒരു മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയതിന്റെ ലക്ഷ്യം നിനക്ക് ഈ ഭൂമിയിൽ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കാനല്ല, ദൈവത്തെ യഥാർത്ഥമായി സേവിക്കാൻ വേണ്ടിയാ. നിനക്ക് തന്നിരിക്കുന്ന നല്ലൊരു കുടുംബത്തെ ദൈവഭയമുള്ളവരാക്കി വളർത്തി അവരെ ഏറ്റവും നല്ലവരാക്കി, അവർ ദൈവത്തോടുള്ള നല്ല ബന്ധത്തിൽ അവിടുത്തെ നല്ല തലമുറകളെ, ശാപമില്ലാത്ത തലമുറകളെ ഈ ഭൂമിയിൽ വാർത്തെടുക്കാൻ വേണ്ടിയാണ് ദൈവം ഭൂമി നമ്മെ ആക്കിയിരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ പലരുടെയും പ്രയോറിറ്റികൾ മാറിപ്പോയി. ഭൗതികമായിട്ടുള്ള വേലകളിലും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൂടുതലായി പോയി. ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കുറച്ചു കൊടുക്കാൻ തുടങ്ങി. ഇന്നത്തെ കാലത്ത് സൺഡേ സ്കൂളിൽ പിള്ളേർ വിടുന്ന ഫാമിലികൾ എത്രയോ ചുരുക്കമാണ്. അവർ പറയുന്ന ഒരു കാര്യം, ഞായറാഴ്ച രാവിലെ പിള്ളേർ രാവിലെ എഴുന്നേൽക്കുന്നില്ല, രാവിലെ എഴുന്നേറ്റ് അവരെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, അവർക്ക് സമയത്ത് എത്തിക്കാൻ കഴിയുന്നില്ല. 9 മണിക്ക് അല്ലെങ്കിൽ 8:30 സൺഡേ സ്കൂൾ ഉണ്ടെങ്കിൽ 9 മണിക്ക് പോലും പിള്ളേരെ എത്തിക്കാൻ കഴിയാത്തവർ പല കുട്ടികളും എത്തുന്നു പോലും ഇല്ല. അതേസമയത്ത് സ്കൂളിൽ ഒരു ടൂർ ഉണ്ടെങ്കിലോ രാവിലെ 4 മണിക്ക് ചെല്ലണം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ 4 മണിക്ക് 3 മണിക്ക് മുമ്പ് ഒരുക്കിക്കൊണ്ട് ഇവിടുന്ന് സ്കൂളിൽ കൊണ്ടുവന്ന് അവരെ ടൂറിന് കൊണ്ടുപോകും. അപ്പൊ നമ്മുടെ പ്രയോറിറ്റി എവിടെ പോയി? എത്രയോ കുഞ്ഞുങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ നേരത്തെ തന്നെ സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണോ? 6 മണിക്കും 7 മണിക്കും സ്കൂൾ ബസ്സുകളിൽ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. 6 മണിക്ക് കുഞ്ഞുങ്ങളെ ഒരുക്കി വിടണമെങ്കിൽ എത്രയോ രാവിലെ എഴുന്നേറ്റ് അവരെ ഒരുക്കി റെഡിയാക്കി 6 മണിക്ക് വിട്ടാലാണ് അവരെ സ്കൂൾ ബസ്സിന് വിടാൻ കഴിയുന്നത്. അങ്ങനെ വിടുന്ന എത്രയോ പേരൻസ് ഉണ്ട്. പക്ഷെ അതേ പേരൻസിന്, അങ്ങനെ വിടുന്ന പേരൻസിന് കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ വിടാൻ കഴിയുന്നില്ല. നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ പ്രയോറിറ്റി എവിടെ പോയി? ദൈവിക കാര്യങ്ങൾക്കുള്ള പ്രയോറിറ്റി എവിടെ പോയി? ഇതൊക്കെ നമ്മുടെ നന്മയെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇന്ന് ആത്മാവിൽ ഇന്ന് പ്രഭാതം നിങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങൾ ദൈവിക കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നവരായിരിക്കണം. കാരണം ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതികളാണുള്ളത്. ദൈവരാജ്യത്തിന്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ അങ്ങനെ വളർത്തിയെടുക്കണം, ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരാക്കി. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഈ സുവിശേഷ വേല ചെയ്യുമ്പോൾ എന്നോട് എത്രയോ പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നത്, അപ്പൊ ഇങ്ങനെ പോയാൽ മതിയോ? നമ്മൾ വളരെ സന്തോഷത്തോടെ പോവുകയാണെങ്കിൽ, നമ്മൾ ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥിച്ചും സന്തോഷത്തോടെ പോവുകയാണെങ്കിൽ പോലും പുറത്തു നോക്കുന്നവർ മാനുഷികമായി ചിന്തിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങാം. പക്ഷെ ഞാനിന്ന് ആത്മാവിൽ നിങ്ങളോട് പറയട്ടെ, ഞാൻ എന്റെ ജോലി വിട്ടതിന് ശേഷം വളരെ ശ്രേഷ്ഠകരമായിട്ടാണ് ദൈവം എന്നെ നടത്തിയത്. ഞാൻ ആശീർവാദ് എന്ന് പറയുന്ന ഒരു മൈക്രോ ഫിനാൻസിൽ അവിടെ ബ്രാഞ്ച് മാനേജറായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് എന്റെ ജോലി ഞാൻ വിടുന്നത്. എന്നാൽ ജോലി വിട്ടതിന് ശേഷം ഞാൻ ആ ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് ഒത്തിരി കടങ്ങൾ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആ ജോലി വിട്ടതിന് ശേഷം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ പൂർണ്ണമായിട്ട് ഇറങ്ങിയതിനു ശേഷം എന്നെ എന്റെ ദൈവം അത്ഭുതകരമായിട്ടാണ് നടത്തിയത്. ഒരിടത്തും കടം ചോദിക്കാൻ ദൈവം സംഗതി വരുത്തിയിട്ടില്ല. ചോദിക്കാൻ സംഗതി വരുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, ഞാൻ കടം ചോദിക്കാറുമില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ കടം ചോദിച്ചാൽ അത് എന്റെ ദൈവത്തിന് നാണക്കേടാണെന്ന് എനിക്കറിയാം. എന്നെ നടത്തുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. ഒത്തിരി ഭാരപ്പെട്ടിട്ടുണ്ട്, പല സമയത്തും സാമ്പത്തികമായിട്ട് ഒത്തിരി വിഷയത്തിനകത്ത് വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ തക്ക സമയമായപ്പോൾ ദൈവം ആരെങ്കിലും വായിച്ച് അതിന് വേണ്ട നന്മകൾ തക്ക സമയത്ത് ദൈവം കരുതുവാനിടയായി. ഞാൻ ഒത്തിരി ജോലി ചെയ്ത സമയത്ത് ഒത്തിരി കടഭാരം ഉണ്ടായിരുന്നു. പക്ഷെ ജോലി വിട്ടതിന് ശേഷം എനിക്കറിയില്ല ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് നടത്തുന്നത്. ആ ദൈവത്തിന് വിശ്വസ്തതയാണ്. നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് വേണ്ടി വിശ്വസ്തനായിട്ടിരിക്കുന്നു. ആ കർത്താവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. എന്നെ നടത്തിയ ദൈവം നിങ്ങളെ നടത്തുവാൻ ശക്തനാണ്. നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ എത്ര വലിയതുമായിക്കൊള്ളട്ടെ, എത്ര മോശം സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, നിങ്ങളെ ദൈവം നടത്തുവാൻ ശക്തനാണ്. നിങ്ങളൊന്ന് വിശ്വസിച്ച് നോക്കിക്കേ. അതുകൊണ്ട് എനിക്ക് ഒട്ടും ഭാരമില്ല, ഒരിക്കലും പ്രയാസമില്ല. ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല അയ്യോ എന്റെ ജോലി വിട്ടത് എനിക്ക് ഒരു ഭയങ്കര മണ്ടത്തരമായി പോയല്ലോ. എന്നോട് ഒത്തിരി പേര് എന്റെ വീട്ടിൽ ഒത്തിരി തവണ ചർച്ചകൾ നടന്നതാണ്. എന്റെ വീട്ടിൽ ഒത്തിരി തവണ ചർച്ച നടന്നിട്ടുണ്ട്. ബന്ധുക്കളൊക്കെ വന്ന് എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഒരു മണ്ടനാണ്. എന്റെ കല്യാണം കഴിയുന്നതിന് മുമ്പാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ വേർതിരിച്ച് ഇറങ്ങുന്നത്. എന്നോട് പറയും നിനക്ക് ആര് പെണ്ണ് വരും, നിനക്ക് എങ്ങനെ ഒരു ഭാവി ഉണ്ടാവും, നീ നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി, നീ എന്തിനീ ജോലി വിട്ടിട്ട് നീ സുവിശേഷ വേല തെരഞ്ഞെടുത്തു?
നിനക്ക് എങ്ങനെ നിനക്ക് വരുമാനം ഉണ്ടാകും? അന്ന് ഞാനൊരു വീട് ഞാൻ റെന്റ് എടുത്ത് താമസിക്കുന്ന സമയമാണ്. 5,500 രൂപ അന്ന് വീടിന് റെന്റ് കൊടുക്കണം. സോറി, 5,500 അല്ല, 5,000 രൂപ വീടിന് റെന്റ് കൊടുക്കണം. അത്രയും രൂപ റെന്റിന് കൊടുക്കുന്ന ആ സമയത്താണ് ഞാൻ ജോലി രാജിവെക്കുന്നത്. എന്നോട് ചോദിച്ചു, നീ എങ്ങനെ വീടിന് വാടക കൊടുക്കും? ഞാൻ പറഞ്ഞു, എനിക്കതൊന്നും അറിയത്തില്ല. പക്ഷെ ദൈവം എന്നോട് ഇറങ്ങാൻ പറഞ്ഞു. എനിക്ക് ഇറങ്ങാതെ തരവില്ല. കാരണം എനിക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. ഞാൻ പറഞ്ഞു, മരണമാണ് എന്റെ മുമ്പിലുള്ളതെങ്കിലും ഞാൻ പിന്മാറത്തില്ല. ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുക തന്നെ ചെയ്യുന്നു. ഞാൻ ഉറച്ചൊരു തീരുമാനം എടുത്തു. ഞാൻ അങ്ങ് ഇറങ്ങുവാനിടയായി തീർന്നു. ദൈവം അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് തന്നെ ദൈവം എന്നെ എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് എന്നെ മാനിച്ചെന്നറിയാമോ? എവിടേക്ക് ദൈവത്തിന് എനിക്ക് വലിയ വലിയ വാഹനമോ കാറോ അല്ലെങ്കിൽ വലിയ ബൈക്കോ അല്ലെങ്കിൽ നല്ല ഫിനാൻഷ്യൽ സെറ്റപ്പ് ഒന്നുമില്ല. വലിയ കാര്യങ്ങളുണ്ടെന്നല്ല പറഞ്ഞു. എനിക്ക് വലിയ നന്മകളൊക്കെ ദൈവം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നില്ല. പക്ഷെ എന്റെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ ദൈവം എല്ലാം എനിക്ക് ആവശ്യമുള്ളതെല്ലാം തന്നു. ഞാൻ ആദ്യ സമയത്ത് ഞാനിങ്ങനെ യൂട്യൂബിൽ കൂടെ ഞാനിങ്ങനെ ചെറിയ മെസ്സേജുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്റെ മൊബൈലിൽ വെച്ചായിരുന്നു. ഒത്തിരി പാടുപെട്ടായിരുന്നു ഞാനത് എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊരു ലാപ്ടോപ്പിന് വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അതായത് എനിക്കൊരു ലാപ്ടോപ്പ് വേണം. ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ഇത് ആവശ്യമാണ്, എനിക്ക് അത്യാവശ്യമാണ്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ചിലരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെന്നോട് ഇങ്ങനെ പറയാനിടയായിരുന്നു, ദേവദാസന് നിങ്ങളൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അത് വിഷമിക്കൊന്നും വേണ്ട, അതിനുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം. അപ്പൊ ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം നടത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര അത്ഭുതം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ കാറോ ബംഗ്ലാവോ ഉണ്ടാകും എന്നല്ല ഞാൻ പറഞ്ഞു. അത് ഉണ്ടാകത്തില്ലെന്നല്ല പറഞ്ഞു. നാളെ ദൈവം അനുഗ്രഹിക്കും. എന്നെ അനുഗ്രഹിക്കുമെന്ന് എനിക്കറിയാം. നാളെ എനിക്ക് ദൈവം നല്ലൊരു വീട് തരും, നല്ല കാർ തരും, നല്ല വാഹനം തരും, എനിക്കുള്ള സമ്പത്തെല്ലാം തരും. എന്റെ മകന്റെ കാര്യത്തിനകത്ത് ദൈവം ഭയങ്കര അത്ഭുതം ചെയ്യും. എന്റെ കുടുംബത്തെ ദൈവം അത്ഭുതകരമായിട്ട് നടത്തും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എനിക്ക് എന്റെ തലമുറ ഉണ്ടായതിനു ശേഷം ഞാനൊരു സുവിശേഷ വേലക്കാരനാണ്. അപ്പോ ആളുകൾ പല രീതിയിൽ ചിന്തിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പലരുടെയും ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ കാര്യങ്ങൾ നടക്കും, കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? അത്ഭുതകരം എന്ന് പറയട്ടെ, ഞാൻ പറയുക, ഇതുവരെ ഞാൻ അവന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് ഞാൻ 1-2 ഡ്രസ്സ് മാത്രമേ ഞാൻ അവന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളൂ. പക്ഷെ എത്ര അത്ഭുതകരമായിട്ട് ദൈവം നടത്തിയെന്നറിയാമോ? ഇന്നും അവനുള്ള സകലതും, അവന് വേണ്ടിയുള്ള വസ്ത്രങ്ങളെല്ലാം, അവൻ ആവശ്യമുള്ളതെല്ലാം, എത്രയോ പേര്, എത്രയോ ആളുകള് അവൻ ആവശ്യമുള്ളതെല്ലാം മുമ്പേ ഗിഫ്റ്റ് ചെയ്യുക. ഇപ്പോഴും അവന് ചേരാത്ത ഡ്രസ്സുകള് ഗിഫ്റ്റ് ചെയ്ത് പുതിയതിരിപ്പുണ്ട്. അത് ദൈവത്തിന്റെ കരുതലും വിശ്വസ്തതയുമാണ്. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുവൻ തെരഞ്ഞെടുക്കപ്പെട്ട് ഇറങ്ങിയാൽ, സ്വയം സമർപ്പിച്ചിറങ്ങിയാൽ, അവന്റെ തലമുറയെ ദൈവം മാനിക്കുക തന്നെ ചെയ്യും. അവന്റെ തലമുറയ്ക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകത്തില്ല. അവന്റെ തലമുറയ്ക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം ചെയ്യും, അത്ഭുതകരമായിട്ട് ചെയ്യും. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സുവിശേഷകന്മാർ, ഏതെങ്കിലും വ്യക്തി സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയ, അല്ലെങ്കിൽ ജോലി രാജിവെച്ചോ അല്ലെങ്കിൽ സുവിശേഷ വേല ചെയ്യുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളെ അത്ഭുതകരമായി നടത്തുവാൻ ശക്തനായ ഒരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. നീ നിന്റെ മക്കളെ കുറിച്ച് ഓർത്ത് വിചാരപ്പെടേണ്ട, നിന്റെ മകളുടെ ഭാവി ഓർത്ത് നീ വിചാരപ്പെടേണ്ട, നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് നീ വിചാരപ്പെടേണ്ട. നിന്നെ അത്ഭുതകരമായി നടത്തുവാൻ ശക്തനായ ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ എന്റെ ശ്രേഷ്ഠതയോ മാന്യതയോ പറയുവാൻ വേണ്ടിയല്ല ഞാൻ ഈ ഭാഗം പറഞ്ഞു. ദൈവത്തിന്റെ കരം, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട എന്ന് പറയാൻ വേണ്ടിയാണ്. ദൈവം നമ്മളെ നടത്തുവാൻ ശക്തനായി കൂടെയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഞാൻ കടം ചോദിക്കത്തില്ല. കടം ചോദിക്കാത്തതിന്റെ കാരണം, കടം ചോദിച്ചാൽ ദൈവത്തിനത് നാണക്കേടാ. അതെങ്ങനെ നാണക്കേടാവുന്നത്? ഞാനിപ്പോ ഒരു വ്യക്തിയോട് കടം ചോദിച്ചാൽ പറയും, എന്നെ അറിയാവുന്നവർ പറയും, നീ നിന്റെ നല്ല ജോലി ഉണ്ടായിരുന്നു, നീ രാജിവെച്ച് ഇപ്പൊ കടം ചോദിച്ച് നടക്കുക. നിന്നെ ദൈവം അന്ന് പുലർത്തുന്നല്ല പറഞ്ഞ്, നിന്നെ ദൈവം അന്ന് നടത്തുന്നല്ല പറഞ്ഞ്, ഇപ്പൊ എന്ത് പറ്റി? നിന്റെ ദൈവം എവിടെ പോയി? പക്ഷെ ചോദ്യത്തിൽ ആരുടെ തലയാണ് കുനിയുന്നത്? ദൈവത്തിന്റെ തലയാണ് കുനിയുന്നത്. നമ്മളെ നടത്താമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നടത്തുക തന്നെ ചെയ്യും. ഏത് സിംഹത്തിന്റെ കുഴിക്കകത്ത് നീ വീണെന്ന് പറഞ്ഞാലും, ഏത് വലിയ തീച്ചൂളക്കകത്ത് നീ വീണെന്ന് പറഞ്ഞാലും, ഒരു തീച്ചൂളയും നിന്നെ ദഹിപ്പിക്കത്തില്ല. ഏത് വെള്ളത്തിനകത്ത് നീ മുങ്ങിപ്പോയെന്ന് പറഞ്ഞാലും ഒരു വെള്ളവും നിന്നെ മുക്കിക്കളയത്തില്ല. ഏത് സിംഹത്തിന്റെ കുഴി നീ വീണെന്ന് പറഞ്ഞാലും ഒരു സിംഹവും നിന്നെ തൊടുകയില്ല. നിന്നെ തൊടാതെ വണ്ണം നിന്നെ അത്ഭുതകരമായി നടത്തുവാൻ ശക്തനായ ഒരു ദൈവം നിന്റെ കൂടെ ഇരിക്കുക, അല്ല നിന്റെ കൂടെ നടക്കുക, നിന്റെ ഭവനത്തിനകത്തുണ്ട്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ഏറ്റവും അടുത്ത്
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ കൂടെയുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, കർത്താവ് എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ, എന്റെ അനുഭവങ്ങൾ എങ്ങനെയായിപ്പോയി, നീ ഇത് കാണുന്നില്ലേ, എന്റെ വിഷമം കാണുന്നില്ലേ, എന്റെ ഭാരങ്ങൾ കാണുന്നില്ലേ, എന്റെ നെടുവീർപ്പ് കാണുന്നില്ലേ, ഞാനിത് ആരോട് പറയാനാ? നീ ഇത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ കണ്ടില്ലെന്നേ ഉള്ളൂ. നിന്റെ ഏറ്റവും അടുത്തിരുന്നുകൊണ്ട് കർത്താവ് പറയുക, മകനെ നീ ഭാരപ്പെടണ്ട, നീ വിഷമിക്കണ്ട, മകളെ നീ കരയണ്ട, നിന്റെ കണ്ണുനീർ അവൻ ആ തുരുത്തിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ഭാരപ്പെടണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ എത്ര പ്രയാസത്തിനകത്താണെങ്കിൽ നിങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന ദൈവം. എത്രയോ പ്രശ്നങ്ങൾക്കകത്തൂടെ പോയ സമയത്ത് കർത്താവ് ഇതുപോലെ അടുത്തിരുന്ന് ആശ്വസിപ്പിച്ചത്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചത് ഞാൻ എന്റെ ശരീരത്തിൽ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ആത്മാവിൽ ഞാൻ പറയുകയാണ്, നിങ്ങളെയും അതുപോലെ അത്ഭുതത്തിൽ നടത്താൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ദൈവം ശക്തനാണ്. ഒരുപക്ഷെ ഒത്തിരി പ്രാവശ്യം നിങ്ങൾ കരഞ്ഞിട്ടുള്ള വ്യക്തിയായിരിക്കാം, ഒത്തിരി ബുദ്ധിമുട്ടിയ വ്യക്തിയായിരിക്കാം, ഒത്തിരി ഭാരപ്പെട്ട വ്യക്തിയായിരിക്കാം. പക്ഷെ നിങ്ങളുടെ അടുക്കൽ നിങ്ങളെ ഏറ്റവും അധികം അടുത്തറിയുന്ന ഒരു ദൈവം. ഇത്രയും സമയത്ത് നമുക്ക് പല പ്രശ്നത്തിനകത്തോട് പോകുമ്പോൾ ആരോടും ഷെയർ ചെയ്യാൻ കഴിയാത്ത ഒത്തിരി പ്രശ്നങ്ങളുടെ സാഹചര്യങ്ങൾ കൂടെ നമ്മൾ ചിലപ്പോൾ കടന്നുപോയത്. എന്റെ ജീവിതത്തിൽ ഒത്തിരി സാഹചര്യത്തോടെ ഞാൻ കടന്നുപോയി. ഒരു മനുഷ്യനോട് എനിക്ക് ഷെയർ ചെയ്യാൻ കഴിയാതെ ഒത്തിരി കരഞ്ഞ അനുഭവങ്ങളുണ്ട്. പക്ഷെ എന്നെ അത്ഭുതകരമായി നടത്തിയ, എനിക്ക് വേണ്ടി കരുതിയ, എന്നോട് ഭാരപ്പെടണ്ട, പ്രയാസപ്പെടണ്ട എന്ന് പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തിയ ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നും ജീവനോടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ പണ്ടേ ഞാൻ മറ്റെന്തെങ്കിലും ആയിപ്പോയത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് പറയുക, പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുക. നിങ്ങളുടെ ഭാരങ്ങളെ, നിങ്ങളുടെ പ്രയാസങ്ങളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ നിങ്ങളെ മുഴുവനായി അറിയുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴികളെ തുറക്കുവാൻ ദൈവം ശക്തനാണ്. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, സങ്കീർത്തനം 23 പറയുന്നുണ്ട്, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നീ വിശ്വസിക്ക്, നീ യേശുവിൽ നോക്കി, നീ യേശുവിനെ ഫോളോ ചെയ്താൽ മതി, നിന്നെ നന്മയും കരുണയും നിന്നെ ഫോളോ ചെയ്തോളും. ഒരു വചനത്തെ കുറിച്ചുള്ള ഒരു ഭാഗം ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്, നന്മയും കരുണയും നിന്നെ എന്റെ ജീവിതകാലം എന്നെ പിന്തുടരുമെന്ന് പറഞ്ഞ ആ വാക്യത്തെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ഇങ്ങനെയാണ് കണ്ടത്. ഒരു വേട്ടക്കാരന്റെ കൂടെയുള്ള വേട്ടക്കാരൻ പോകുമ്പോൾ കൂട്ടത്തിൽ വേട്ടപ്പട്ടിയെ കൊണ്ടുപോകും. അപ്പൊ ഈ വേട്ടപ്പട്ടി അതിന്റെ ഇരയെ കണ്ടു കഴിഞ്ഞാൽ വേട്ടക്കാരൻ അതിനെ കാണിച്ചു കൊടുത്താൽ ആ വേട്ടപ്പട്ടിയെ അതിനെ പിടിക്കുന്നത് വരെ, അല്ലെങ്കിൽ അതിനെ കീഴടക്കുന്നത് വരെ, പിടിക്കുന്നത് വരെ അതിന്റെ പുറകെ അതിനെ ചേസ് ചെയ്യുന്നത് പോലെ എത്ര ദൂരം ഓടിയെന്ന് പറഞ്ഞാലും അതിനെ പിടിക്കാതെ ആ വേട്ടപ്പട്ടി അടങ്ങത്തില്ല, അതിനെ പിടിക്കുക തന്നെ ചെയ്യും. അങ്ങനെ എത്ര മാത്രം ശക്തിയോടെ ഓടാമോ, എത്രയൊക്കെ ഓടി രക്ഷപ്പെടാൻ നോക്കിയാലും അതിന് കഴിയാതെ പിടിക്കുന്നത് പോലെ ജീവിതത്തിൽ നന്മയും കരുണയും നീ കർത്താവിന്റെ പുറകെയാണെങ്കിൽ, നീ യേശുവിനെ നോക്കി, യേശുവിൽ മാത്രം നോക്കി നീ മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നീ നന്മയുടെയും കരുണയുടെയും നേരെ നോക്കാതെ നീ യേശുവിനെ നോക്കി പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നന്മയും കരുണയും നിന്നെ ഫോളോ ചെയ്ത് നിന്നെ ഓടിച്ചിട്ട് പിടിക്കും. ആമേൻ. ഹല്ലേലൂയ. നീ എത്ര വേണ്ട എന്ന് പറഞ്ഞാലും, മതി കർത്താവേ, മതി, എനിക്ക് ഇത്ര നന്മ മതി, ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നീ റിജക്ട് ചെയ്താലും അവൻ നന്മയ്ക്കും കരുണയ്ക്കും മാറി നിൽക്കാൻ കഴിയത്തില്ല. കാരണം വചനം പറയുക, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും. അവൻ ഏതെങ്കിലും വയസ്സ് വരെയല്ല, 23 വയസ്സ് വരെയല്ല, 30 വയസ്സ് വരെ നിന്നെ പിന്തുടരുമെന്നല്ല, 40 വയസ്സ് വരെ നിന്നെ പിന്തുടരുമെന്നല്ല, 50 വയസ്സ് വരെ നിന്നെ പിന്തുടരുമെന്നല്ല, 60 70 വയസ്സ് വരെ നിന്നെ പിന്തുടരുമെന്നല്ല, അല്ല പോട്ടെ 100 വയസ്സ് വരെ നിന്നെ പിന്തുടരുമെന്നല്ല. നിന്റെ ആയുഷ്കാലം എത്രയുണ്ടോ, നീ ഈ ലോകത്തിൽ എത്ര നാൾ ജീവിച്ചിരിക്കുമോ അത്രയും നാൾ നിന്നെ നന്മയും കരുണയും ഫോളോ ചെയ്യുമെന്ന് ദൈവത്തിന്റെ വചനം നിന്നോട് പറയുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുക, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, അപ്പൊ നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടണ്ട. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങൾക്കുള്ള നന്മകളെ ഞാൻ നിങ്ങളുടെ ഭവനത്തിനകത്ത് മന്ന പൊഴിച്ചു തരുന്നതുപോലെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി, മത്സരികളായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഞാൻ അത്രയും അത്ഭുതങ്ങളെ ചെയ്തെങ്കിൽ, നിങ്ങൾക്ക് ദൈവം എന്നെ വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ ചെയ്ത് എന്നെ വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ആ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സ്തോത്രം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് ഞാൻ നന്മ ചെയ്യാൻ തയ്യാറാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
നിങ്ങളോട് ഇന്ന് പ്രഭാതത്തിൽ ആലോചന പറയും. ഹല്ലേലൂയ. അതുകൊണ്ട് അതിന്റെ ശേഷമുള്ള വാക്യം ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് ഇന്നത്തെ ദോഷം മതി. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ അവൻ ഞാൻ നിങ്ങളുടെ ആത്മാവിൽ ഞാൻ പറയുക, നാളെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടണം. ഈ ക്രിസ്തീയ ജീവിതം ഇതുപോലെ സന്തോഷകരമായിട്ടൊരു ജീവിതം മറ്റൊന്നില്ല. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവൻ ഏറ്റവും സന്തോഷമാണ്. കാരണം നമുക്ക് ഇതുപോലെ സേഫ്റ്റി വേറൊന്നുമില്ല. കാരണം നമ്മളെ കരുതാമെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ഈ വാക്ക് പറഞ്ഞത് ആരാണ്? കർത്താവ് പറഞ്ഞു, യേശുവാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ വാക്കിനെ വ്യത്യസ്തമാക്കുന്നത്. ആമേൻ. നാളെ കുറിച്ച് വിചാരപ്പെടേണ്ടെന്ന് പറഞ്ഞത് ഏതെങ്കിലും മനുഷ്യൻ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വിചാരപ്പെടാനുള്ള വകയുണ്ടായിരുന്നു. പക്ഷേ അല്ല, നമ്മളോട് ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യനല്ല പറഞ്ഞിരിക്കുന്നത്. കാരണം കർത്താവ് പറഞ്ഞതുകൊണ്ട്, യേശു നമ്മളോട് പറഞ്ഞതുകൊണ്ട് അവൻ നമുക്കൊന്നിനെ കുറിച്ചും വിചാരപ്പെടുവാനുള്ള വകുപ്പില്ല. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഭാരപ്പെടണ്ട. അതുകൊണ്ട് ആദ്യം കേട്ട ആ പാട്ട് ഒരു വാക്ക് ഒന്നുകൂടെ ഒന്ന് കേൾക്കാൻ ആഗ്രഹിക്കുക. ക്രിസ്തീയ ജീവിതം എത്ര സൗഭാഗ്യമുള്ള ജീവിതമാണ്. കാരണം കഷ്ടങ്ങളും നഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും നമ്മളെ നടത്തുവാൻ ശക്തനായ ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം നമ്മളെ നടത്തുവാൻ ശക്തനാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് സന്തോഷത്തോടെ നിങ്ങളുടെ ജീവിതത്തെ ഇന്ന് പ്രഭാതത്തിൽ വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ ജീവിതത്തെ നയിച്ചു തുടങ്ങുക. ഇന്ന് പ്രഭാതത്തിൽ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ നിങ്ങൾ ജീവിതത്തെ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. കാരണം നിങ്ങളെ നടത്തുവാൻ ശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ കൂട്ടാളിയാണ്. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ കൂട്ടാളിയാണ്. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അഗ്നികുണ്ഠത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമൻ കൂട്ടാളിയാണ്.
അഗ്നികുണ്ഠത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവടിഞ്ഞിടുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവടിഞ്ഞിടുമ്പോൾ, സ്വന്ത സഹോദര തള്ളിക്കളയുമ്പോൾ യൗസേപ്പിൻ ദൈവമേ കൂട്ടാളിയാണേ. സ്വന്ത സഹോദരർ തള്ളിക്കളയുമ്പോൾ യൗസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളേറ്റയൻ പ്രിയനെ കാണാറായി. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളേറ്റയൻ പ്രിയനെ കാണാറായി. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. അതുകൊണ്ടിന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുകയാണ്. ഏറ്റവും നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനേകം നന്മകൾ ഉണ്ടാകട്ടെ. അതുകൊണ്ട് ഒന്നിനെ കുറിച്ച് നിങ്ങൾ നാളെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട. സന്തോഷകരമായ സമാധാനത്തോടെയുള്ള ഒരു ജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. അവൻ അന്ത്യത്തോളം നടത്തുവാൻ ശക്തനാണ്. അവൻ നിങ്ങളെ അന്ത്യത്തോളം നടത്തുകയും ചെയ്യും. ഹല്ലേലൂയ. കാരണം അവൻ കേവലം മനുഷ്യനല്ല, നമ്മളോട് വാക്ക് പറഞ്ഞത് സർവശക്തനായ വിശ്വസ്തനായ ദൈവമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ഈ വചന സന്ദേശം കേട്ട എല്ലാവരെയും ഞാൻ ആ വചനം കൂടെ പറഞ്ഞ് ബ്ലസ് ചെയ്യുക. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടത്തില്ല. നമ്മളെ അനാഥരായി വിടാതെ നമ്മളെ നടത്തുവാൻ ശക്തനായ ദൈവം. സകലരും നമ്മളെ ഉപേക്ഷിച്ചേക്കാം, സകലരും നമ്മളെ കാണുമ്പോൾ വഴിമാറിയേക്കാം, കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരൊക്കെ ഒറ്റിക്കൊടുത്തേക്കാം. പക്ഷെ നമ്മളെ ഒറ്റാത്ത, നമ്മളെ എപ്പോഴും നടത്തുവാൻ ശക്തനായ ദൈവം. പലപ്പോഴും നമ്മൾ അവനെ തള്ളിപ്പറഞ്ഞിട്ട് നമ്മളെ തള്ളിപ്പറയാത്ത ദൈവം. നമ്മളെ തള്ളിപ്പറയാതെ, നമ്മളെ തള്ളിക്കളയാതെ, ഉപേക്ഷിക്കാതെ നമ്മുടെ കൂടെയുള്ള ആ ദൈവം നിങ്ങളെ നടത്തട്ടെ. ഞാൻ ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല പ്രഭാതനായി സ്തോത്രം. കർത്താവേ, ഈ വചനത്തെ കേൾക്കുന്ന എല്ലാ വ്യക്തികളും യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് കേട്ട വചനം പോലെ അവരുടെ ഭവനങ്ങൾക്കകത്ത് കർത്താവ് ഒരു തരത്തിലുമുള്ള വിചാരത്തിന് സ്ഥാനമില്ല. ആ വിചാരങ്ങളെല്ലാം, ചിന്തകളെയും എല്ലാ ആകുലതകളെയും യേശുവിൻ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കേട്ട വ്യക്തി ജീവിതങ്ങളെ യേശുവിൻ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും വ്യക്തികൾ ജീവിതത്തിൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, നാളെയെ കുറിച്ച് ചിന്തിച്ച് വിചാരപ്പെടുന്നുണ്ടെങ്കിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ആ വിചാരങ്ങൾ മാറിപ്പോകട്ടെ. ആ വിചാരപ്പെടുന്ന ചിന്തകളൊക്കെ മാറിപ്പോകട്ടെ.
കർത്താവെ അവർക്ക് വേണ്ടി അത്ഭുതത്തിന്റെ കാര്യം ഇറങ്ങി വരണമേ. ദൈവിക നന്മകൾ കുറഞ്ഞു പോയിട്ടില്ലല്ലോ, അത് അവർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എല്ലാ കുടുംബങ്ങൾക്കൊക്കെ നന്മ ഉണ്ടാകട്ടെ, ഇവരെല്ലാം നന്മ അനുഭവിക്കട്ടെ കർത്താവെ. പിശാച് കൊണ്ടുവരുന്ന എല്ലാ തിന്മകളെയും യേശുവിൻ നാമത്തിൽ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പിശാചിന്റെ പദ്ധതികളെ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ബ്രേക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതി കുടുംബങ്ങളെ കുറിച്ച്, ഈ വ്യക്തികളെ കുറിച്ച് നടക്കട്ടെ. ഇവരുടെ ഭാവിയെ, ഇവരുടെ പഠനത്തെ, ഇവരുടെ മക്കളുടെ ഭാവിയെ, ഇവരുടെ ഫിനാൻഷ്യൽ സെറ്റപ്പുകളെ എല്ലാത്തിനെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം കേട്ടവരെല്ലാം പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുദ്ര ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അനുഗ്രഹമായി മാറട്ടെ. യഹോവയെ സേവിക്കുന്നതിനും സേവിക്കാത്തതിനും തമ്മിലുള്ള വ്യത്യാസം ദേശത്ത് അറിയുമെന്ന് ദൈവത്തിന്റെ വചനമാണല്ലോ. ആ വചനം പോലെ ദേശത്ത് അവർ മാനിക്കപ്പെടട്ടെ. മൊർദെഖായിയെ തക്ക സമയത്ത് ദൈവം മാനിച്ചതുപോലെ കർത്താവേ, ഇവർ ദൈവനാമത്തിന് വേണ്ടി കൊടുത്തവരും ചെയ്തവരുമുണ്ടല്ലോ, ദൈവനാമത്തിന് വേണ്ടി ചെലവിട്ടവരുണ്ടല്ലോ, അനേക നന്മകൾ ദൈവനാമത്തിന് വേണ്ടി കൊടുത്തവരുണ്ടല്ലോ. പലപ്പോഴും അവർക്ക് നന്മകൾ അനുഭവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ കർത്താവ് ഇന്ന് ഞാൻ ഞാൻ അവരെ ബ്ലസ് ചെയ്യുന്നു കർത്താവേ. അവിടുത്തെ ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനനുസരിച്ച് കർത്താവ് അവർ ചെയ്തതിനൊക്കെയും പ്രതിഫലമായി അവർക്ക് ഈ ആഴ്ച തന്നെ അനേക നന്മകൾ ആ കുടുംബത്തിനകത്ത് ഉണ്ടാകട്ടെ കർത്താവേ. മൊർദെഖായി തക്ക സമയത്ത് മാനിച്ചതുപോലെ ഈ കുടുംബങ്ങൾക്കകത്ത്, ഈ വ്യക്തികളുടെ ജീവിതത്തിൽ നന്മകളെ കൽപ്പിക്കുന്നു, അവരെ മാനിക്കുവാൻ ഞാൻ ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാം ഒരു മാനുജുള്ളവരായി മാറട്ടെ, നന്മ അനുഭവിക്കട്ടെ. എല്ലാ കുടുംബങ്ങളും നന്മ അനുഭവിക്കട്ടെ, എല്ലാ തിന്മകളും മാറിപ്പോകട്ടെ, എല്ലാ ഭാരങ്ങളും മാറിപ്പോകട്ടെ കർത്താവേ. രോഗികളായി ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അടിപ്പിണരാൽ അവർക്കെല്ലാം സൗഖ്യം വരട്ടെ കർത്താവേ. കർത്താവെ, സന്തോഷത്തോടെ സമാധാനത്തോടെ കുടുംബജീവിതം നയിക്കുവാൻ അവരെ സഹായിക്കണം. എല്ലാ നന്മകളും കൊണ്ട് നടക്കും. അവിടുത്തെ കരം അനുകൂലമായിരിക്കുന്നതിനെ സ്വാഗതം യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. നിങ്ങൾ എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്ക് ആ വചന ശുശ്രൂഷ ഈ മീഡിയയിൽ കൂടി ഉണ്ടായിരിക്കും. ഈ വചനത്തെ നിങ്ങൾ രാവിലെ 6:30 ആകുമ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്താൽ കർത്താവിന്റെ അത്ഭുതകരം നിങ്ങളുടെ കൂടെ ഇരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചന സന്ദേശം നിങ്ങളുടെ കുടുംബത്തിനകത്ത് വലിയ നന്മകൾക്ക് കാരണമായി തീരും. നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടെ ബ്ലസ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെങ്കിൽ ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് പ്രത്യേകം ഞങ്ങളുടെ ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ. ജീസസ് നെയിം.